ഹായ് ഗൈസ്, എല്ലാവർക്കും ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഏറെ നാൾക്ക് ശേഷം, എത്ര 15 ദിവസോടെ 10 ദിവസം 12 ദിവസത്തെ ഒരു അല്ലെ, നമുക്ക് 10 ദിവസം പോയെങ്കിൽ നമുക്കൊരു 15 ദിവസത്തിന്റെ ദിവസത്തിന്റെ സന്തോഷം അത് ഞാൻ പോയിട്ട് 10-15 ദിവസമായി. ട്രിപ്പ് 9 ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കൊച്ചിയിൽ പോയി 5 ദിവസം എന്നിട്ട് പിന്നെ ഇല്ലേ പോയാ. എല്ലാവരും ട്രിപ്പ് മാത്രം 9 ദിവസം അല്ലേ? 9 ദിവസം 9 ദിവസത്തെ വളരെ എന്താ പറയണ്ടേ, ദുർഘടമായ ഒരു അല്ലേ യാത്ര അനുഭവത്തിന് ഷിപ്സിൽ കൂടി ആണ് ആ ഒരു യാത്ര അവൻ ചെയ്തത്. അപ്പൊ ഇന്നൊരു യാത്രാ വിവരണ പോഡ്കാസ്റ്റ് ആയിരിക്കും. അതല്ല, അത് ഏറെ ഫാൻസ് ഉള്ള ഒരു ഇതാണ്, ഒരു യാത്രാ വിവരണമാണ്. പൊറ്റക്കാടല്ല, സന്തോഷ് ജോർജ് കൊളങ്കരയുടെ ചരിത്രമെന്നിലൂടെ ശേഷം അടുത്ത ഓൾഡ് സ്കൂൾ ബോയ്സ് അവതരിപ്പിക്കുന്ന ചരിത്രം തന്നിലൂടെ എന്ന പങ്ക്തിയിലേക്ക് നമുക്ക് സ്വാഗതം. SGK നമുക്ക് സോറി. അപ്പൊ നമുക്ക് SKGയുടെ യാത്രാ വിവരണത്തിലേക്ക് പോവാം. അല്ല, നമുക്കൊരു ആഡ് ഇതിന്റെ പ്ലേസ് ചെയ്യാനുണ്ട്. അതെ ഗൈസ്, നമുക്ക് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നമുക്ക് KS മെന്ററിന്റെ ഒരു സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡിന്റെ ഒരു ജനപ്രിയത കണ്ട് നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു. നിങ്ങളൊരു സർക്കാർ ജോലി നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതെ, ഇത് വന്നിട്ട് നല്ലൊരു സാലറി ഉള്ള ഒരു പോസ്റ്റാണ്. മാത്രമല്ല, നിങ്ങൾക്ക് അസിസ്റ്റന്റിൽ തുടങ്ങി ഗ്രാജുവലി നിങ്ങൾക്ക് രജിസ്ട്രാർ പദവി വരെ എത്താൻ പോസിബിലിറ്റി ഉള്ള ഒരു കരിയർ പാത്തുണ്ട്. അപ്പൊ അടിപൊളി ജോലിയാണ് അത് ആക്ച്വലി. അതെ. അപ്പൊ ഇതിന്റെ ഒരു ഏജ് ലിമിറ്റ് വരുന്നത് വെച്ചാൽ 18 to 36 നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സുവർണ അവസരമാണ്. ഇതിന്റെ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ 3 സ്റ്റെപ്പ് ആയിട്ടാണ്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു OMR ടെസ്റ്റ് ആണ്, ഒരു 100 മാർക്കിന്റെ ഒരു OMR ടെസ്റ്റും. പിന്നെ വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു 60 മാർക്കിന്റെ ഒരു എക്സാമും പിന്നെ 10 മാർക്കിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അല്ല, ഈ എക്സാം ടോട്ടൽ 170 മാർക്കാണ്. അതിൽ 110 മാർക്ക് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളവർക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ എളുപ്പമുള്ളൂ. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം റാങ്ക് ലിസ്റ്റിൽ കയറി 258 പേരിൽ 66 പേരും KS മെന്ററിൽ നിന്നായിരുന്നു. അപ്പോൾ ഈ വർഷവും KS മെന്ററിന്റെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് 2026 എക്സാമിന്റെ പ്രോഗ്രാം അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ഉടനെ സ്റ്റാർട്ട് ആവും. അതെ ഗൈസ്, അപ്പോൾ ഈ പ്രോഗ്രാമിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ജൂലൈ 19 KS മെന്റർ ഒരു ഫ്രീ ഓൺലൈൻ വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ വെബിനാറിൽ അവർ ഈ സിലബസിനെ പറ്റി പറയുന്നുണ്ട്. ഈ എക്സാമിന്റെ സിലബസ് എന്തൊക്കെയാണ്, പിന്നെ പ്രീവിയസ് ഇയർ ട്രെൻഡ് എന്തായിരുന്നു, ഇതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ഈ ഓൺലൈൻ വെബിനാറിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് കയറി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പരീക്ഷയെ പറ്റിയും ഈ കോഴ്സിനെ പറ്റിയൊക്കെ ഉള്ള ഫുൾ ഡീറ്റെയിൽസ് ജൂലൈ 19 അറിയാൻ പറ്റും. അപ്പോൾ ഇതൊരു ഫ്രീ വെബിനാർ ആണ്. അപ്പോൾ ഈ അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. അതെ. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ബാക്ക് ടു SKGയുടെ യാത്രാ വിവരണത്തിലേക്ക് നമുക്ക് പോവാം. അതെ, നമുക്ക് തുടങ്ങിക്കോ. എന്ത് പറയാ, നീ എന്തെങ്കിലുമൊക്കെ പറയും. ഈ ഒരു എവിടെയൊക്കെയാണ് ട്രിപ്പ് പോയെന്ന് പറയണം. ട്രിപ്പ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പ് നമ്മളിങ്ങനെ ലക്ഷദ്വീപ് പ്ലാൻ ചെയ്തിരിക്കുകയല്ലായിരുന്നാ. നമ്മളൊരു 3-4 പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ചോദിച്ച് നമുക്ക് ഇവിടെ പോവാന്ന്. എവിടെ? തായ്ലൻഡ് ആയിരുന്നു ഫസ്റ്റ്. പിന്നെ നമ്മള് ലക്ഷദ്വീപ് നോക്കി. അത് നടക്കുമെന്ന് തോന്നിയില്ല. അപ്പം ആദ്യമേ അല്ലേ നടക്കൂല. ലക്ഷദ്വീപ് നോക്കി, അപ്പൊ അതും ആയില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറെ നാളായിട്ട് റീൽസ് കാണുന്ന ഈ വാല്യൂ ഓഫ് ഫ്ലവേഴ്സ്. അപ്പൊ വിചാരിച്ചു അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞു. ഓഫീസിൽ മറ്റേ പഴയ നേരത്തെ കൊണ്ടുപോയി തേച്ച ടീംസ് ഇല്ലേ, എന്നുവെച്ചാൽ ഇവിടെ ഓഫീസിൽ നിന്ന് ഒരു ഇതുണ്ടായിരുന്നു. നമുക്ക് സമ്മർ ബ്രേക്ക് ഉണ്ട് കുറച്ച് ദിവസം, 10 ദിവസം. അപ്പൊ അതിന് ലീവ് എടുക്കണം. അപ്പൊ എന്തായാലും പോവാന്ന് വിചാരിച്ചു. ആ സമയം പോവാന്നും പറഞ്ഞിട്ട് ഓഫീസിൽ ഒരാളുണ്ട്, പ്രക്ഷോഭ്. അന്ന് ഞാൻ കൊണ്ട് തേച്ചില്ലേ നടന്ന് ആ മലയേറി അങ്ങേര്. പിന്നെ ഷിജു എന്ന് പറയണ സൂരജിന്റെ, ഷിജുവിനെ അവരറിയാം, കാര്യം നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ട് കൊടൈക്കനാൽ. അപ്പൊ ഷിജു അവർ രണ്ടുപേരെയും കൺവിൻസ് ചെയ്ത് എടുത്ത്. പിന്നെ ഒരാൾ എൻ്റെ വഴുതി പോയി കഴിഞ്ഞ ട്രിപ്പിലുള്ള ദേനു എന്ന് പറയണം. അങ്ങേര് ചാടി. അങ്ങേരെന്തോ സാധനം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചാടി. പക്ഷെ അത് കള്ളമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി അതൊക്കെ ട്രിപ്പ് ചെയ്ത് ചാടാനുള്ളതായിരുന്നു. അങ്ങനെ നമ്മൾ വാല്യൂ ഓഫ് ഫ്ലവേഴ്സ് ബുക്ക് ചെയ്ത്. നമ്മൾ തലേ ദിവസം വരെയും ഇതായിരുന്നു, ഇത് തായ്ലൻഡ് ആയിരുന്നു. പിന്നെ വിചാരിച്ച് വേണ്ട പുല്ലെന്ന് പറഞ്ഞിട്ട് വാല്യൂ ഫ്ലവേഴ്സ് നേരെ ഡെറാഡൂണിലോട്ട് ടിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് ടിക്കറ്റ് എടുത്ത്. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി വില കുറവായിരുന്നു. ഈ വാല്യൂ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന സംഭവം എന്താണ്? വാല്യൂ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് പണ്ടൊരു ബ്രിട്ടീഷ് മൗണ്ടനർ ഉണ്ടായിരുന്നു. അങ്ങേര് ഈ ഹിമാലയൻ പീക്സ്
ഏതൊക്കെ കടന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് മറ്റേ ഫോഗോ അവലാഞ്ച് എന്തോ അടിച്ചപ്പോഴത്തേക്കും അങ്ങനെ വഴിതെറ്റിപ്പോയി. വഴിതെറ്റി ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് ഒരു വാലി എത്തി. വാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വാലി അറിയാമല്ലോ, മൗണ്ടൻസിന് ഇടയ്ക്കുള്ള സ്ഥലം. ഇങ്ങനെ ഒരു തോട്, തോട് കാണാറുണ്ട്. ഇങ്ങനെ നടക്കുന്ന സ്ഥലമില്ലേ, 2 മലകൾ വന്ന് ചേരുമ്പോ ഒരു കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ നടക്കില്ലേ. നമ്മള് പണ്ട് പടം വരയ്ക്കുമ്പോ ഇങ്ങനെ ഒരു പച്ചപ്പ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം, അങ്ങനത്തെ ഒരു സ്ഥലം അങ്ങേര് കണ്ടുപിടിച്ചു. അപ്പൊ അവിടെ ഫുള്ള് ഫ്ലവേഴ്സ്, പൂക്കളാണ്. അപ്പൊ അങ്ങേര് തിരിച്ച് ഈ സ്ഥലം നോട്ട് ചെയ്തിട്ട് തിരിച്ചു പോയി. പിന്നീട് അവിടെ വന്ന്, പക്ഷെ അങ്ങനെ എനിക്കൊന്ന് അങ്ങേര് അവിടെ തന്നെയാണ് മരിച്ചതെന്ന് തോന്നുന്നു. അവിടെ വെച്ചിട്ടാണ് പുള്ളി മരിച്ചതെന്ന് തോന്നുന്നു. എന്നിട്ട് അങ്ങേരുടെ ഒരു കൂട്ടുകാരൻ വരും, ചില ഇതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, എന്റെ ഒരു എളിയ ഇതിൽ ഇൻഫർമേഷൻസ് കിട്ടിയത് ഞാൻ ഇത് പോണതിന് മുമ്പ് എപ്പോഴും വായിച്ചു, ചുമ്മാ ഒന്ന് വായിച്ചു നോക്കി എന്താണ് സംഭവം എന്ന് അറിയണമല്ലോ. ഇപ്പൊ രണ്ടാമത് ഇങ്ങനെ ഒരു കൂട്ടുകാർ ഇതേപോലെ ഈ സ്ഥലം കണ്ടുപിടിച്ചിട്ട് അങ്ങേര് അവിടെ വെച്ചിട്ട് കുറച്ചാൾ നിൽക്കുമ്പോഴത്തേക്കും ഒരു പാറയുടെ മണ്ടയിൽ നിന്ന് വീണ് മരിക്കും. ഇങ്ങനെ ഇതിനെ കുറിച്ചൊക്കെ, ഈ പൂക്കളെ കുറിച്ചൊക്കെ പഠിക്കും. ഈ പൂക്കളെ, ഇവിടുത്തെ ഉള്ള പൂക്കളെ കുറിച്ച് ലോകത്ത് വേറെ കുറെ സ്ഥലങ്ങളിലൊന്നും കാണാത്ത കുറെ പൂക്കൾ ഈ ഹിമാലയൻ സ്ഥലങ്ങളിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ പൂക്കളൊക്കെ കുടിച്ച് പഠിച്ചിട്ട് ഒരു ദിവസം ഇങ്ങനെ അവിടെ മണ്ടിൽ നിന്ന് ഒരു പാറയിൽ നിന്ന് വീണ് മരിക്കും. എനിക്ക് തോന്നുന്നു കാറ്റിലെന്തെങ്കിലും ആണെന്ന് തോന്നുന്നു, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ പുള്ളി അവിടെ വെച്ച് മരിക്കുമ്പോഴത്തേക്കും പുള്ളിയുടെ സിസ്റ്റർ ആണെന്ന് തോന്നുന്നു പറയും, പുള്ളി അവിടെ വെച്ചിട്ടല്ലേ മരിച്ച, അപ്പം അവിടെ തന്നെ അടക്കണമെന്ന് പറഞ്ഞിട്ട് ഈ കൂട്ടുകാരനെ അവിടെ തന്നെ അടക്കി. അവിടെ ഒരു ഗ്രേവ് യാർഡും ഉണ്ട് പുള്ളിയുടെ, അതിനകത്ത് ആ വാലിയിൽ തന്നെയാണ് അവരടക്കം ചെയ്തത്. സംഭവം ഏത് കാലഘട്ടത്തിലാണ് നടക്കുന്നത്? ബ്രിട്ടീഷ് ഭരണകാലഘട്ടം ആകുമ്പോ 90 ആയിരിക്കും, 47 മുന്നേ 47 മുന്നേ ആയിരിക്കും, 47 മുന്നേ. അതാണ് വാലി ഓഫ് ഫ്ലവേഴ്സ്. അപ്പം അവിടെ കുറെ സാധനങ്ങൾ കാണാൻ പറ്റും. ഈ ഹിമാലയൻ ബ്ലൂ പോപ്പി എന്ന് പറഞ്ഞൊരു പൂവുണ്ട്, അതിന്റെ ഫോട്ടോ എനിക്ക് കിട്ടി കുറച്ചെണ്ണം, അത് കുറച്ചുണ്ടായിരുന്നു 3-4 പിന്നെ ഉള്ളത് ബ്രഹ്മ കമൽ എന്നും പറഞ്ഞൊരു പുഷ്പമുണ്ട്. മറ്റേ അല്ലു അർജുൻ ഒരു സിനിമയിൽ അങ്ങാണ്ട മറ്റേ പൂ കുറിച്ചോണ്ടാങ്ങാണ്ട പൂവില്ലേ, ബദരിനാഥ്, അത് തന്നെ ആ പൂവാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഒരു സാധനമൊക്കെ കിട്ടും. അറിയില്ലല്ലോ, ഇങ്ങനെ കുറെ അടുത്ത് കാണാത്ത പൂവൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ബ്രഹ്മകമലം നമുക്ക് കാണാൻ പറ്റില്ല, ഇങ്ങനെ ഹൈ ആൽറ്റിറ്റ്യൂഡിലാണ് കിട്ടുന്നത്. അപ്പം നമുക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങേര് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മകമല് ഈ നന്ദാദേവി എന്ന് പറഞ്ഞൊരു സാധനം കേട്ടിട്ടുണ്ട്, ടെമ്പിൾ, നന്ദാദേവി ടെമ്പിൾ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടേ ഉള്ളൂ. പാവം പറഞ്ഞത് ഈ നന്ദാദേവി ടെമ്പിളിൽ എന്തോ പരിപാടിക്ക് അവിടുത്തെ മറ്റേ ഈ കാട്ടിലുള്ള മറ്റേ കാട്ടിലുള്ളതാണെന്ന് അറിഞ്ഞില്ല, ഗോത്ര ഇതിലുള്ള പ്രത്യേകമുള്ള ആൾക്കാര് 3 ദിവസം ചെരുപ്പൊന്നും ഇടാതെ നടന്നുപോയി, വേറെ ഒന്നുമില്ലാതെ ഇത് 3 ദിവസം മലയിൽ പോയി ഇത് പറിച്ചുകൊണ്ട് തിരിച്ചു വരുന്നു. ഓരോ ദിവസവും എന്തോ ഒരു കുളത്തിൽ ഇറങ്ങി കുളിച്ച് പോയി പറിച്ചുകൊണ്ട് വരുമെന്നാണ് അങ്ങേര് പറഞ്ഞത്. കാലിൽ ചെരുപ്പൊന്നും ഇടാതെ പോയി പറിച്ചുകൊണ്ട് വരുന്ന സാധനം. അത് ഭയങ്കര ഹൈ ആൽറ്റിറ്റ്യൂഡിലേ ഉള്ളൂ. നമ്മൾ നോക്കിയിട്ട് ആ പരിസരത്തൊന്നും ബ്രഹ്മകമൽ കിട്ടിയില്ല. ഇവര് പോണെങ്കിൽ പടമൊക്കെ കാണിച്ചു തരും, ഇങ്ങനത്തെ പൂക്കളാണ്. അത് ഫ്രണ്ടില് വെച്ചിട്ടുണ്ട് കുറെ പൂ. പിന്നെ എന്റെ കൂടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു, ഒരു പയ്യുണ്ട്, ഹിമാൻഷു, കൊച്ചു പയ്യൻ, 10-21 വയസ്സുള്ളൂ, പക്ഷെ കന്നഡം കഴിച്ചു. 21 വയസ്സുള്ളൊരു പയ്യൻ. അപ്പൊ അവന് ഈ പൂക്കളെ കുറിച്ചൊക്കെ അറിയാം. അവൻ ഈ പടമൊക്കെ കാണിച്ചു തരും. ഈ ഓരോ പൂവിനെ കാണുമ്പോഴും നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവൻ പറഞ്ഞു തരും, ഇതാണ് ഈ പൂവ്, ഇതാണ് ഈ പൂവ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരും. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് അവ ഒരു പുല്ല് ഇങ്ങനെ പറിച്ചിട്ട് എനിക്ക് തന്നെ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് പിന്നെ പറഞ്ഞ് ചവച്ചു നോക്കാൻ പറഞ്ഞു. ചവച്ചു നോക്കിയപ്പോൾ ഈ എന്ത് പറയാ, നമ്മൾ ഈ അമൃതാഞ്ചൻ ഇല്ലേ, അമൃതാഞ്ചൻ മൂക്കി കയറുമ്പോ എങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒരു സാധനം, ഒരു കുഞ്ഞ് പുല്ല് ഈ സൈഡിൽ നിന്ന് പറിച്ചിട്ട് തിന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു ഇത് ജഡി ബൂട്ടി അങ്ങനെ എന്തോന്ന് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദ സാധനം എന്താണ്. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് അതിനകത്ത്. പിന്നെ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട്. പക്ഷെ അവിടുന്ന് പറിച്ചിട്ട് വന്നിട്ടൊന്നും കാര്യമില്ല, കാര്യം ഒന്നും വേറൊരിടത്തും വളരൂല, ആ ഒരു സ്ഥലത്ത് മാത്രമേ പറിക്കുന്നത് ശരിയല്ല. അത് പിന്നെ അവിടെ പറിച്ചു കഴിഞ്ഞാൽ ഫൈനും ഉണ്ട് കേട്ടോ. പറിച്ച് അവര് കാണണമെങ്കിൽ ഫൈൻ കിട്ടും. പിന്നെ പുല്ല് അത് അവിടെ എത്രയും മുന്നേ വഴിയിൽ അവൻ അറിയാം. അവൻ പറഞ്ഞിട്ടുണ്ട് ആരുടെടുത്തും പൂ പറിക്കരുത്, പൂവിൽ തൊടരുത്, മണപ്പിക്കരുത്. അവൻ ബോട്ടണിയാണ് പഠിക്കണം, അവൻ ഹിസ്റ്ററി താല്പര്യം ഉണ്ടായിട്ട് അല്ല, അവനല്ലാതെ അവർക്ക് ഇതൊക്കെ ഒന്ന് പഠിക്കണമല്ലോ. അവനിതെല്ലാം അറിയാം. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല, കാര്യം ടൂറിസ്റ്റുകളുടെ പരിപ്പളവും ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് അഡ്വഞ്ചർ അല്ല, പക്ഷെ നടക്കണം, കുറച്ച് പരിപ്പളവും അങ്ങനത്തെ സാധനം. പിന്നെ ഒരാളുടെ ഞാൻ കണ്ടു, ഒരാള് പൂ എന്തോ ഇതായിട്ട് അങ്ങേരുടെ ഇവിടെയൊക്കെ ചൊറിഞ്ഞ് കുറച്ച് തടിച്ച് ഇങ്ങനെ അലർജിയൊക്കെ വരും ചിലത്. പിന്നെ അവൻ പറഞ്ഞു ചില പൂക്കൾക്ക് ഈ ഹാലൂസിനേറ്റിംഗ് സാധനങ്ങൾ കാണാം എന്നൊക്കെയാണ് അവൻ പറഞ്ഞത്, അറിഞ്ഞൂടാ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലമാണ്
അപ്പൊ അടുത്ത തവണ വിനിച്ചേട്ടൻ പോകും. അല്ല യവന് ചിലപ്പം ഇഷ്ടപ്പെട്ടില്ല, യവനും ചിലപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും ചിലപ്പം ഇഷ്ടപ്പെടാൻ യവന് ഇഷ്ടപ്പെടും, പക്ഷെ അതുവരെ എത്തുന്നവരെ പാടായിരിക്കും. എത്തിപ്പെടാനുള്ള ഇഷ്ടപ്പെടാനുള്ള ആ ഒരു പ്രോസസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലേ. കേബിൾ കാർ ഡോളിയിൽ പോവാ. ഡോളി ഉണ്ട്. ഡോളിയിൽ നമ്മൾ നേരം നിന്റെ മനസ്സിലായില്ല. ഇത് വന്നിട്ട് ഋഷികേശ് കഴിഞ്ഞിട്ട്, ഇത് ഉത്തരാഖണ്ഡിലാണ് ഈ സാധനം. ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് ഉത്തരാഖണ്ഡിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഋഷികേശിൽ 6 മാസം മുന്നേ അവിടെ പോയിട്ടാണ് പോയത്. അപ്പം നല്ല തണുപ്പാണല്ലോ. അങ്ങനെ ഞാൻ അടിയിലിടാനുള്ള മറ്റേ തെർമൽസ്, മേലിടാനുള്ള ഫുൾ സ്ലീവ് ട്രക്കിംഗ് ടീഷർട്ട്, അതിന്റെ മേളിൽ ഫ്ലീസ്, അതിന്റെ മേളിൽ ജാക്കറ്റ്, 4 ലെയറുമായിട്ട് ചെന്നിറങ്ങിയപ്പോ പൊള്ളണം. മുഖത്തൊക്കെ ഇങ്ങനെ വേർപ്പൊക്കെ പറ്റണതിന് മുന്നേ തന്നെ അത് ആവിയായി പോണ ചൂട് ഋഷികേശിൽ. എന്നിട്ട് ട്രാഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5-6 മണിക്കൂറൊക്കെ ട്രാഫിക്കിൽ കിടക്കണം. ഉച്ചയ്ക്ക് ഒന്ന് എത്തിയിട്ട് വൈകുന്നേരമാണ് നമ്മൾ ഒരു ഋഷികേശിലെത്തിയത്. തപോവനിലും അത്ര ട്രാഫിക്. ഋഷികേശ് വേർത്ത് ഇത്തവണ അവിടെ സമ്മർ കുളം. അതിനുശേഷം ഋഷികേശിൽ നിന്ന് നമ്മള് ഒരു വണ്ടി അവർ അറേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പം ഫസ്റ്റ് ദിവസം ഋഷികേശിന്നാണ് അങ്ങോട്ട് പോണത്. ഋഷികേശിലാണ് ഫസ്റ്റ് വരാനുള്ള. ഇതൊരു ഞാൻ എടുത്തൊരു ട്രെക്കിംഗ് പ്ലാൻ ആണ്. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പാക്കേജ് ആണ്. അവിടെ നിന്ന് ഋഷികേശ് ടു ഋഷികേശ് അങ്ങനത്തെ ഒരു പാക്കേജ് ഞാൻ എടുത്തത്. ഞാൻ അല്ലാതെ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര പാട്. നമുക്ക് അല്ലാതെയും പോവാം, പക്ഷെ അതിന് കുറച്ചും കൂടെ സമയമൊക്കെ വേണം. നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യണം, നമുക്ക് സമയം വേണം, നമ്മൾ വണ്ടിയെല്ലാം നോക്കണം. ഇതായപ്പോഴത്തേക്കും ഇത് പാക്കേജ് ലക്ഷറി പാക്കേജ് ഒന്നുമല്ല, 9,500 രൂപ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കത് ഭയങ്കര ചീപ്പായിട്ടാണ് തോന്നിയത് ഇത്രയും സാധനത്തിന്. എത്ര ദിവസം? 5 ദിവസം സ്റ്റേയും ഫുഡും ഉൾപ്പെടെ. 5 ദിവസത്തെ സ്റ്റേ ഉണ്ട്, 4 ദിവസത്തെ 3 നേരം ഫുഡ്, 4 ദിവസം. അതിൽ ഫുഡ് എടുത്ത് പറയണം. ഫസ്റ്റ് ദിവസം നമ്മൾ അവർ പിക്ക് ചെയ്ത് രാവിലെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കണം. പിന്നെ പോണ വഴിക്കുള്ള ഫുഡെല്ലാം നമ്മൾ കഴിക്കണം. അവിടെ സ്റ്റേയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫുഡെല്ലാം അവർ നോക്കും. അങ്ങനെയായിരുന്നു അവരുടെ സാധനം. നമ്മളുടെ രാവിലെ 7 മണിക്ക് പിക്ക് ചെയ്യുമെന്ന് പറഞ്ഞു പിറ്റേന്ന്. അങ്ങനെ നമുക്ക് രാവിലെ 7 മണിക്ക് ഞാൻ പോയി ബീറ്റിൽസ് കഫേയിൽ അവിടെ നമ്മൾ നിന്ന് വന്നില്ല. 10 മണിയായപ്പോൾ വന്നവന്മാർ 10 മണിക്ക് വന്ന് നമ്മളെ പിക്ക് ചെയ്ത്. 2 പെമ്പിളരായിരുന്നു കോർഡിനേറ്റേഴ്സ്. അപ്പം അതുകൊണ്ട് വലുതായിട്ടൊന്നും പറയാനും പറ്റുന്നില്ല. കയറിയപ്പോൾ തന്നെ ഒന്നും പറഞ്ഞില്ല. എന്ത് പറയാനും സന്തോഷം. അത് അവരുടെ ഒരു ടാക്ടിക്സ് ആയിരിക്കും. ചീത്ത വിളിക്കും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയപ്പോൾ ഗ്രൂപ്പിൽ 2 പെമ്പിളാണ് നമ്മളെ കൊണ്ടുപോകുന്നൊക്കെ നമ്മൾ പറഞ്ഞ്. നമ്മളിതിന്റെ ബാക്കി ഗ്രൂപ്പിൽ വേറെ 10-13 പേരുണ്ട്. ഇപ്പം ഗ്രൂപ്പ് നോക്കിയപ്പോഴത്തേക്കും നമ്മൾ ചെന്നപ്പോൾ തന്നെ ഇവിടെ 2 പേര് കാത്തിരിക്കണുണ്ട്. ഇതേപോലെ നമ്മളെ പോലെ 2 പേര് ബാഗ് കയറ്റി പയ്യന്മാർ ഇരിപ്പുണ്ട്. അത് 2 പേര്, ഒരു കൃഷ്ണൻ എന്ന് പറഞ്ഞ പയ്യൻ, ഒരു ജിതൻ എന്ന് പറഞ്ഞത്, അവർ 2 മുംബൈ. പിന്നെ നമ്മൾ വണ്ടി കയറിയപ്പോൾ ഫ്രണ്ടിൽ ഒരു ആൻറ്റി ഇരിപ്പുണ്ട്, അവർ ഡൽഹി. പിന്നീട് മനസ്സിലാക്കി അവരുടെ ഹസ്ബൻഡാണ്. 10 സീറ്റ് പുറകിലിരിക്കണം. പുള്ളിയുടെ ഹസ്ബൻഡും ഉണ്ട്. അവരുണ്ട്. അവർ 2 ഡൽഹി. പിന്നെ 3 ഡൽഹി എന്നുള്ള പെമ്പിളരുണ്ട്. അവർ 3 പേരും ഫ്രണ്ട്സാണ്. പിന്നെ കൊൽക്കത്തയിൽ നിന്ന് ഒരു 3 പേരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 3 കേരളം. ഇങ്ങനെ മൊത്തത്തിലൊരു പാൻ ഇന്ത്യൻ ബേസ് ആയിരുന്നു ആ വണ്ടിയിൽ. ഫസ്റ്റ് ദിവസം ഒന്നും വലുതായിട്ടൊന്നും മിങ്കിളൊന്നും ആയില്ല. നേരെ പോയി ഫുഡ് കഴിക്കാൻ ഫസ്റ്റ് ദിവസം ഇറക്കി തന്നു. ഫസ്റ്റ് ദിവസം നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാൻ അവിടെ ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും ഒരു ദാ പോലത്തെ ഒരു കുഞ്ഞ് സെറ്റപ്പ്. അത് മാത്രമേ ഉള്ളൂ അവിടെ. ഋഷീശിലാരും ഫുഡ് കഴിക്കില്ലെന്ന് തോന്നുന്നു രാവിലെ. ഒരു കടയില്ല, ആകെ ഒരു കട പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരുത്തൻ തരാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വാതിൽ തുറന്ന് വേറെ അടുത്ത് പോകുന്നു, കൈ എഴുതും, തിരിച്ചിരുന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂമിൽ പോവും, തിരിച്ചിറങ്ങി വരും, ഫുഡ് ഇറങ്ങില്ല. എന്നിട്ട് പിന്നെ അപ്പൊ അത് കൊണ്ട് തന്നെന്തോ ഒരു സാധനം, എന്തോ നല്ല ഹൈജീനിക്ക്. അവൻ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് ഒരു സാധനം കൊണ്ട് തരും, വാഷ്റൂമിൽ പോവും, 5 മിനിറ്റ് കഴിയും, ഫ്രഷ് ചെയ്യും, പോവും. അങ്ങനത്തെ വയറിളക്കം വല്ലതും ഉണ്ടായിരിക്കും. ഒരു ധർമ്മജൻ സെറ്റപ്പ്. എനിക്ക് സത്യം പറഞ്ഞാൽ കഴിക്കാൻ തോന്നാനില്ല ഒരു സാധനം. നിങ്ങൾ എന്ത് ഓർഡർ ചെയ്തത്? നമ്മള് മാഗിയാണ് ഓർഡർ ചെയ്ത. പക്ഷെ മാഗിയിൽ തന്നെ എന്തൊക്കെയോ ഡെക്കറേഷൻ ചെയ്ത്. കാര്യം നമ്മൾ വിചാരിച്ചു മാഗി ആകുമ്പോഴത്തേക്ക് അവൻ അങ്ങനെയല്ല, അല്ല വേറെ എന്തൊക്കെയാ ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയിൽ കയറി പോയിട്ട് ഒരു കടയെ കൊണ്ട് ഇറക്കിയപ്പോഴത്തേക്കും ഫ്രണ്ടിലിരിക്കണ മറ്റേ ആന്റിക്ക് അത് പറ്റൂല. അവർക്ക് വേറെ നല്ല പിടിവാശി, വേറെ കട വേണം. അങ്ങനെ വേറൊരു കടയെ കൊണ്ട് ഇറക്കി. അവിടെ ഫുഡൊന്നും കുഴപ്പമില്ല, ഒരാൾ ചാടി നിൽക്കുന്നുണ്ട്. പക്ഷെ പനീറിന്റെ ഒരു കറി പറഞ്ഞ്, പക്ഷെ അതിന്റെ മുകളിലും എന്തോ ഇങ്ങനെ വെള്ള കളറിലാണ്. ക്രീം ഉണ്ട്, പിന്നെ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടില്ലേ അതില്ല, കാക്ക ഇട്ടാണ് അത് തിന്നാൻ നല്ല ഫുഡ് കഴിക്കാൻ. പക്ഷെ ലുക്ക് കാണുമ്പോഴത്തേക്ക് ഇല്ല, ഇതിട്ട് വരവി പോലത്തെ ഒരു സാധനം. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങി കഴിച്ചില്ലേ,
കുറച്ചൊക്കെ കഴിച്ച് ഇറങ്ങി രാത്രി ആയപ്പോഴത്തേക്കും അങ്ങെത്തി. പക്ഷെ ഇതിനിടയ്ക്ക് തന്നെ ഈ ഒരു വണ്ടി മറിഞ്ഞു, ഒരു ലോറി. ഈ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉത്തരാഖണ്ഡിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മല തുരന്നാണല്ലോ എല്ലാ റോഡും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മഴ മാനത്ത് കാണുമ്പോഴത്തേക്കും റോഡൊക്കെ ലാൻഡ് സ്ലൈഡ് ആവും, ഇടിയും അവിടെ കിടക്കും. അപ്പൊ ഇതുപോലെ എന്തോ ഒരു ലോറി മറിഞ്ഞിട്ട് ഹരിയാന ഗവൺമെന്റിന്റെ ചാക്ക് കണ്ട് കുറെ വീറ്റിന്റെ, അത് മറിഞ്ഞ് ഒരു ബൈക്കിന്റെ വണ്ടിയാണ്, ബൈക്കിലുള്ള ആള് മരിച്ച്. റോഡ് ഫുൾ അടഞ്ഞു, ഒരു 2-3 മണിക്കൂർ റോഡിൽ കിടന്നു. ഈ വണ്ടിക്കാണെങ്കിൽ AC ഇല്ല, ചൂടെടുത്ത് ചത്ത് നമ്മൾ ട്രാവലിൽ. പിന്നെ വഴിയിലൊക്കെ ഇറങ്ങി നിന്നാണ് പോയത്. ഇതിന്റെ ഇടയിൽ കൂടെ ഇപ്പം ചാർധാം യാത്ര അടക്കുകയാണ്. മറ്റേ ചാർധാം എന്ന് പറഞ്ഞ സാധനമുണ്ട്, ബദ്രിനാഥ്, കേദാർനാഥ്. അങ്ങനെ ഞാൻ വിചാരിച്ചു 4 ഡാം 4 ഡാമിലെ കൂടെ കണക്ട് ചെയ്തിട്ടുള്ളൊരു പരിപാടിയായിരിക്കും ശാരദാം. ഓക്കെ മനസ്സിലായി. ഈ 4 കേന്ദ്രങ്ങളുണ്ട്. അങ്ങനെ ഒരു സാധനമുണ്ട്, ബദ്രിനാഥ് തുംഗനാഥ് ആണെന്ന് തോന്നുന്നില്ലേ, എനിക്കറിയില്ല. കേദാർനാഥും ബദ്രിനാഥും അങ്ങനെ 3-4 അമ്പലങ്ങളുടെ സമയം. അപ്പം അതിന്റെ ഭയങ്കര തിരക്ക്. പിന്നെ അത് പോരാത്തോണ്ട് ഹേംകുണ്ട് സാഹിബ് എന്നും പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഹേംകുണ്ട് സാഹിബ് അത് ഈ വാലി ഫ്ലവേഴ്സിന്റെ അടുത്ത് തന്നെയാണ്. അതിന്റെയും സമയമായിട്ടുണ്ട്. അപ്പൊ ഈ സിഖുകാരെല്ലാം കൂടി വണ്ടി എടുത്ത് വരും. അങ്ങനെ ഫുള്ള് ട്രാഫിക് ഇതും അങ്ങനത്തെ ഒരു സമയമാണ് നമ്മൾ ചെന്ന് എത്തിയത്. എന്നിട്ട് എത്തിയപ്പോഴത്തേക്ക് രാത്രിയായി. രാത്രി ഒരു നല്ലൊരു അക്കോമഡേഷൻ കേട്ടോ. തൊട്ട് ഫ്രണ്ടിൽ തന്നെ ആപ്പിളിന്റെ ചെടിയൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു കിടിലൻ സ്ഥലം. എന്നിട്ട് രാവിലെ എണീറ്റപ്പോഴത്തേക്കും ഒരു ട്രെക്കിന്റെ മെയിൻ ലീഡ് വന്നു. അതാണ് ഹിമാൻഷു എന്ന് പറയുന്ന ഒരു പയ്യൻ. അവൻ വന്ന് എല്ലാം ബ്രീഫ് ചെയ്ത് ഇതാണ് സംഭവം. അവൻ തലേദിവസം രാത്രി വന്നു, നാളെ ഇതാണ് പരിപാടി, നാളെ രാവിലെ വരണമെന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ അവനെ കണ്ട് അവൻ നമ്മളെയും കൊണ്ട് പോയി. ഇവിടുന്ന് വീണ്ടും ഒരു വണ്ടി എടുത്ത് ജോഷിമഠം എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തും, ഒരു താഴെ. അവിടുന്നാണ് ട്രക്കിംഗ് തുടങ്ങണമെന്ന് പറഞ്ഞു. പക്ഷെ അവിടുന്ന് കൊണ്ടിറക്കിയിട്ട് അവിടുന്ന് വീണ്ടും ഒരു ജീപ്പ് എടുത്ത് വീണ്ടും മോളിൽ പുല്ലിനെ എന്ന് പറഞ്ഞൊരു വില്ലേജിൽ കൊണ്ടിറക്കും. ആ വില്ലേജിൽ നിന്നാണ് ട്രക്കിംഗ് തുടങ്ങണം. ജീപ്പിന്റെ 100 രൂപ എക്സ്ട്രാ കൊടുക്കണം, അത് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. പിന്നെ ഇത് ശ്രദ്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുമ്പോഴത്തേക്കും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് വേണം പോകാൻ. ഈ വെയിറ്റ് ആയി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു 1/2 കിലോ ആണെങ്കിൽ തന്നെ അതൊക്കെ നമ്മൾ പോണ വഴിക്ക് അനുഭവിക്കും. ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ട് പോവുക ആ സാധനത്തിന്. അതില് ഒരാൾ ഞാൻ കണ്ടത് മറ്റേ ഈ ഇങ്ങനെ തൂക്കാൻ പറ്റുന്ന ട്രോളി ഇല്ലേ, ട്രോളി ബാഗായിട്ട് വന്നു. രണ്ടുപേര് പറഞ്ഞില്ലേ, 2 എൽഡർലി കപ്പിളുണ്ടെന്ന് പറഞ്ഞില്ലേ, അവര് ഇതുമായിട്ടാണ് വന്നത്. അതുകൊണ്ട് അതിന്റെ കഥയുണ്ട്. ഇത് മോളിൽ പുല്ലിൽ എത്തുമ്പോഴത്തേക്കും ഇത് ചുമക്കാൻ നമുക്ക് കഴുതയുണ്ട്. കഴുത കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ മറ്റേ ആൾക്കാരുണ്ടല്ലോ, മറ്റേ ഷെയർ പോലത്തെ വേറെ ആൾക്കാർ, അവര് മറ്റേ തൊട്ടിക്കകത്തിട്ട് ആളിനെ കൊണ്ടുപോകൂടാ. ഞാൻ കണ്ടു ഒരു അമ്മച്ചിയൊക്കെ ഇരിക്കുന്നത്, നല്ല ഒരാള് ഒരു അമ്മച്ചിയൊക്കെ എടുത്തു കുട്ടയ്ക്ക് വീഡിയോ ഉണ്ട്, ഞാൻ കാണിച്ചു. അപ്പൊ നമ്മളെ ബാഗ് ആണെങ്കിൽ അവരെ കൊടുക്കാം. അപ്പൊ നമ്മൾ 3 പേരോട് ക്ലബ് ചെയ്ത് കുറെ സാധനം എടുത്ത് ഒരു ബാഗിനകത്ത് ആക്കിയിട്ട് അതും കൊടുത്തു. അതിൽ 10-15 കിലോ വരും. ബാക്കി നമ്മൾ എടുക്കാൻ അതിന് 600 രൂപ മുകളിൽ വെച്ചാൽ. പക്ഷെ അത് വേർത്താണ്, അത് എടുക്കണം. അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു 5-6 കിലോയ്ക്ക് മുകളിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുക്കണതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ അത്രയും നല്ല ട്രെക്കറും നല്ല ആരോഗ്യം വേണം. ഇപ്പം എത്ര ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞാലേ നമ്മള് ഇങ്ങനെ നടക്കാറില്ലല്ലോ. നടക്കണ പ്രശ്നമല്ല, നമുക്ക് 10 കിലോമീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ റോഡ് വഴി നടക്കാം. പക്ഷെ ഈ കയറ്റം ഈ ഗാംഗരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എത്താനുള്ളത്. അവിടെയാണ് ബേസ് ക്യാമ്പ്. അത് ഈ പുല്ലിനെ നടക്കണം. പുല്ല് ഒരു 10-12 കിലോമീറ്റർ ഉണ്ട്. ആട്ടപ്പുളവും നല്ല വെയിലും അടിച്ച്. എൻ്റെ തന്നെ ഒരു 5-6 കിലോ ഉണ്ടായിരുന്നു ഇത് കൊടുത്തിട്ടും. ഞാൻ വിചാരിച്ച 6 കിലോ ഉള്ളൂ നടക്കാമെന്ന്. പറ്റണില്ല, ഉപ്പാട് വന്നു. ഒരു പകുതിയൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും പുല്ല് തായ്ലൻഡിൽ പോയാൽ മതിയായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തായ്ലൻഡിൽ പോയാൽ മതിയായിരുന്നു. കാലൊക്കെ പിടിച്ച് ഫസ്റ്റ് ദിവസമില്ലേ, കുറേ നല്ല നടക്കണില്ലേ, പറ്റണില്ല. അങ്ങനെ നടന്നിട്ട് ഇതില് ഈ ഡൽഹി ഗേൾസിലൊക്കെ 2 പെമ്പിളരൊക്കെ ആണെങ്കിൽ ചാടി തുള്ളി പോണടാ. അവര് വന്നില്ല, ആ 2 പെമ്പിളര് വന്നില്ല. അവര് മറ്റേ ട്രക്കിന്റെ ലീഡ് ഒരു കൊച്ചു പയ്യൻ, നല്ല നൈസ് പയ്യനായിരുന്നു. എന്നിട്ട് അവൻ നമ്മളെ കൊണ്ടുപോയി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും അവൻ പറയും, വീഡിയോ ഒക്കെ എടുത്ത് നിന്നാൽ പോരാ, പോകണം, നമുക്ക് രാത്രിയായാൽ ശരിയാവില്ല, നേരത്തെ എത്തണമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകും. പിന്നെ ഇവിടെ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഹെലികോപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഈ വെതർ മറ്റേ ബേസ് ക്യാമ്പ് 8,000 രൂപ ഒരു സൈഡ് 8,000 രൂപ വേർത്താണ്. നമ്മള് നടന്ന് മുകളിലെത്തി മുക്കാലായപ്പോ നമ്മള് ഓൾറെഡി തീരുമാനം എടുത്ത് തിരിച്ചു വരുമ്പോ ഹെലികോപ്റ്റർ എടുക്കാന്ന്. അങ്ങനെ തീരുമാനം എടുത്തു. ഞാനും പ്രശവും വേറൊരാളും ഷിജുവും എടുത്തില്ലേ, ഹെലികോപ്റ്റർ എടുക്കാൻ നോക്കി. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, 2 ഇടത്തോട്ടും പറക്കണമെന്നാണ് കേട്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കണമെന്നുള്ള. ഇങ്ങോട്ടും എടുക്കണം. അപ്പൊ 16 രൂപ ആവും.
പക്ഷെ അത് വേർത്താണെന്ന് തോന്നണം. പക്ഷെ ഈ നടക്കുന്നതിന്റെ സുഖം കിട്ടില്ല. കിട്ടൂല. അതുകൊണ്ട് നമ്മൾ നടന്ന് കാലൊക്കെ പൊട്ടും, വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥ. ഇതില് മിക്കവരും ഞാൻ ഈ ChatGPT നോക്കിയപ്പോൾ അതിൽ കാണുന്നത് ഇറ്റ്സ് ആൻ ഈസി ടു മോഡറേറ്റ് എന്നാണ് കാണുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ട്രെക്കേഴ്സ് ആയിരിക്കും ഇതിനെ പഠിപ്പിക്കുന്നത്. അപ്പൊ അവന്മാരൊക്കെ ഇത് മോഡറേറ്റ് ആയിരിക്കും. പക്ഷെ എനിക്ക് എന്റെ പതയും ഉപ്പാടും ഒക്കെ വന്നു നടന്നു. എന്നിട്ട് ഒരു വിധത്തിൽ അവിടെ എത്തി. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് മുകളിൽ ആൾക്കാർ നിപ്പുണ്ട് കാലൊക്കെ തടവാൻ. അവരൊക്കെ അറിയാം പൊട്ടിയായിരിക്കും പറഞ്ഞത്. മസാജ് ഒക്കെ മസാജ് 10 മിനിറ്റിന് 100 രൂപ. 2 മിനിറ്റേ ചെയ്യുള്ളൂ. ഞാൻ നോക്കി, ഞാൻ ടൈമർ ഇട്ടപ്പോഴത്തേക്ക് 10 മണിക്ക് കത്തി തുടങ്ങി. 10:03 ആയപ്പോ നിർത്തി. ചോദിച്ചപ്പോ പറഞ്ഞു കാലം ഓക്കെ അല്ലേ, അത്രേ ഉള്ളത്. പിടിച്ച് ഞെരിക്കോടാ, നമ്മൾ തന്നെ നിർത്തും. എന്നുവെച്ചാൽ കാലിഞ്ഞിട്ട് കുറെ നേരം നടക്കുമ്പോഴത്തേക്കും ഭയങ്കര വേദന എടുക്കും. എന്നിട്ട് നമ്മൾ രാവിലെ 9 മണിക്ക് നടന്നിട്ട് വൈകുന്നേരം എത്തിയത് 6:30-ക്കാണ് അവിടെ. 6:30-ക്കാണ് എത്തിയത്. ഇടയ്ക്ക് ഫുഡ് രാവിലെ നമുക്ക് മറ്റേ ചപ്പാത്തി എടുത്തിട്ട് സാധനം ഉണ്ടല്ലോ, റൊട്ടിയും ഇത് ആലു മറ്റേ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് എന്തോ ഒരു കിണ്ടിയൊരു സാധനം. ഉച്ചയ്ക്ക് ഇതും ഉരുളക്കിഴങ്ങ് അവിച്ചത് പോണ വഴിയിലുണ്ട്. ഇല്ല, അവര് തന്നു രാവിലെ പോഞ്ഞ്. ഉച്ചക്കത്തെ ഫുഡും പോഞ്ഞ്. അതില് ഈ റൊട്ടിയും ഉരുളക്കിഴങ്ങ് അവിച്ചത് മഞ്ഞപ്പൊടിയിലിട്ട് അവിച്ചത്. രാത്രി അവിടെ എത്തിയിട്ട് അവിടെ തന്നെ ഫുഡുണ്ട്. മറ്റേ അത് നല്ല റൂമൊക്കെ ആയിരുന്നു കേട്ടോ. രാത്രിയും ഉരുളക്കിഴങ്ങ് തൊലിച്ചത് വേറെ അപ്പം ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. ഉരുളക്കിഴങ്ങല്ലേ നമ്മൾ പറഞ്ഞ് ഈ പഹാഡിലൊക്കെ ആകുമ്പോൾ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ കേറാൻ പറ്റുള്ളൂ എനർജി. പക്ഷെ ഇപ്പോഴേ എന്റെ വയറ് സെറ്റായി. ഞാൻ 5 തവണയൊക്കെയാണ് പോണത് ഒരു ദിവസം. 5-6 തവണ. 6 അല്ല. നോർത്തിൽ എത്തിയതിനു ശേഷം ഞാൻ ഏറ്റവും കൂടുതലും സഞ്ചരിക്കുന്നത് കക്കൂസിലോട്ടാണ്. പിന്നെ ഭാഗ്യത്തിന് ഇതുണ്ട്, റൂമിനകത്ത് തന്നെ വാഷ്റൂം ഉണ്ട്. അവിടെ നല്ലതായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. മറ്റേ പഴയതുപോലെ മറ്റേ കമ്പിലിട്ടുള്ള സെറ്റപ്പ് ഒന്നുമില്ല. ഇത് വൃത്തിയും വെടുപ്പുള്ള സ്ഥലം. പിന്നെ അവിടെ തന്നെ ഒരു ഇതുണ്ട്, എന്താണ്, ഗുരുദ്വാര ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ചെലവ് ചുരുക്കി പോവുകയാണെങ്കിൽ അവിടെ എത്തി ഗുരുദ്വാരയിൽ എത്തിക്കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അക്കോമഡേഷൻ ഉണ്ട്, ഫ്രീ ആയിട്ട് 3 നേരം ഫുഡുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം വേണമെങ്കിൽ ഗുരുദ്വാരയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഇത് സെറ്റ് ചെയ്യാം. ഗുരുദ്വാരയിൽ ഒരു ദിവസം പോയി ഫുഡ് കഴിച്ച് കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ ഗുരുദ്വാരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പായസം പോലത്തെ ഒരു സാധനമൊക്കെ തരും, ഭയങ്കര ടേസ്റ്റാണ്. റവയിട്ട് ഉണ്ടാക്കിയ ഒരു സാധനം. പക്ഷെ തൊഴുവണം, തൊഴുതിട്ടിറങ്ങിയ ഒരു സാധനം തരും. അങ്ങനെ ഓരോ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ തന്നെ ഈ പാലുണ്ട്. ഗാംഗരെ വില്ലേജിലാണ് ഈ സാധനം. അവിടെ നിന്നാണ് ബേസ് ക്യാമ്പ് നമ്മളുടെ ഹോട്ടലിൽ. പക്ഷെ നല്ല വൃത്തിയുള്ള സാധനം കിട്ടും. അപ്പോൾ അവിടെ തന്നെ കുറെ കടകളുണ്ട്. അതിൽ കുറെ കടകളിൽ ഈ റബഡി, മിൽക്ക് റബഡി ഇല്ലേ, മിൽക്ക് ഇങ്ങനെ ഇതിനകത്തോട്ട് ഇങ്ങനെ കുറുക്കി അതെന്റെ ഉണ്ട് ആ സാധനം. കാണിക്കണോ? അപ്പൊ ഗൈസ്, നമ്മൾ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് കണ്ടോണ്ടിരിക്കുന്നത്. ടിവിയില് നമ്മുടെ യാത്രക്കാരൻ ഞാൻ ബ്ലോഗാണ് എടുത്തത്. കേസർ എന്തോ സാധനം. പാൽ പഞ്ചാര ഇടോ? കുറച്ച് വേണമെങ്കിൽ പഞ്ചാര ഇട്ടും, വേണ്ടെങ്കിൽ പഞ്ചാര ഇടും. തിളപ്പിച്ച പാൽ അത്രേ ഉള്ളൂ. അങ്ങനെയല്ലടാ, നോക്ക് അതിൽ കുറെ കട്ടി മറ്റേ മിൽക്ക് മെയ്ഡ് പോലെ ഇരിക്കും. പക്ഷെ എന്നിട്ട് ഭയങ്കര ടേസ്റ്റ് ആണ്. എന്നിട്ട് ആ സാധനം എടുത്ത് കുറച്ചിങ്ങനെ മോളില് നമുക്ക് ഇത് രുചി മിൽക്ക് മെയ്ഡ് പോലെ ഇരിക്കും. മിൽക്ക് മെയ്ഡ് പോലെ അല്ല, ഒരു കുറുകിയ പാല് കൊണ്ടുണ്ട്. ആ സാധനം എടുത്തിട്ട് ഏറ്റവും മേളിൽ പാട. പക്ഷെ അത് പാട പോലെ അല്ല, നല്ല ടേസ്റ്റ് ആണ്. ആ പാടിന്റെ മുകളിൽ ചെറുതായിട്ട് മറ്റേ കുങ്കുമപ്പൂവും ഇട്ടേക്കും അവിടെ ആയിട്ട്. കുങ്കുമപ്പൂവാണെന്ന് തോന്നുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ആണ് അത്. ഇതിൽ മധുരം കുടിക്കുമ്പോൾ കുടിക്കാം. പക്ഷെ ചീനി കമ്മാണ് പറഞ്ഞ നമ്മള്. പക്ഷെ ഇത് ചീനി കം നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് മധുരമില്ല, എന്നാൽ നല്ല ടേസ്റ്റ്. എന്നുവെച്ചാൽ എനിക്കൊണ്ട് ഈ തണുപ്പും കൂടി ആയതുകൊണ്ടായിരിക്കും. അവിടെ മുകളിൽ തണുപ്പുണ്ട് കേട്ടോ. ഇവിടേക്ക് എത്തുമ്പോൾ തണുപ്പ് തുടങ്ങും, നല്ല തണുപ്പുണ്ട്. ഇത് ഈ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ വേറെ കുറെ ഇവരുടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ചന്ന മസാല, അങ്ങനെ കുറച്ച് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് കഴിച്ചിട്ട് പിന്നെ കുറെ ചായ കുടിച്ച് എന്നിട്ട് നമ്മൾ കാലിടാൻ പോയിരുന്നു. ഇതാണ് കാലിടുന്ന ആള്. ഓക്കെ, ഇത് ഈ അങ്ങനെയാണ് കാലിടണം. ഇങ്ങനെ നമ്മള് എല്ലാരും സ്കാം ചെയ്ത് 600 രൂപ 800 രൂപ കണ്ടോ വാങ്ങിച്ചു നമ്മളേന്ന്. അവിടെ അത് വിളിച്ച് പൊടിക്കോടാ ഇത് തറവുമ്പം. കണ്ട ഞാനൊക്കെ കാല് പൊട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ കുറെ നേരം നടക്കുമ്പോഴേ, ഈ ഇംഗ്ലണ്ട് നടക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനത്തെ പരിപാടി നമ്മൾ അങ്ങനെ ചെയ്യൂലല്ലോ. കാഫൊക്കെ പിടിച്ച് പൊട്ടും.
അങ്ങനത്തെ പ്രശ്നം. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ ഈ സിഖുകാരില്ലേ, ഈ സെയിം സ്ഥലത്താണ്, ഈ ബേസ് ക്യാമ്പിൽ നിന്നാണ് നമ്മൾ ഹേംകുണ്ട് സാഹിബിലോട്ടും പോണത്. അപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു, ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങേര് ഹരിയാന എന്നാണ് പറഞ്ഞ 700 കിലോമീറ്റർ ബൈക്ക് ഓടിച്ചു. 700 കിലോമീറ്റർ ബൈക്ക്, ബുള്ളറ്റ് ബൈക്കൊക്കെ സാധാ ബൈക്ക് ഉള്ളതുകൊണ്ട് 700 കിലോമീറ്റർ ബൈക്ക് ഓടിച്ച് വന്നിട്ട് 4 മണിക്കൂർ എന്തോ ഇതിൻ്റെ ഇടയ്ക്ക് ടോട്ടൽ റെസ്റ്റ് എടുത്തിട്ടുള്ളൂ. അങ്ങേര് വന്ന് അപ്പം തന്നെ ബൈക്ക് താഴെ വെച്ചിട്ട് നമ്മളെ കൂടെ നടക്കണം. എന്നിട്ട് അങ്ങനെ ഓടിക്കാറുണ്ടടാ, എന്നിട്ട് നമ്മളെ കളിയാക്കണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ്, ഇടയ്ക്ക് നമ്മൾ കിളികളെ കാണാൻ പറ്റും, ചെറിയ കിളികളെ കാണുകയാണ്, നിങ്ങളെപ്പോലെ ഓടി നടക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അടുത്ത് കുറേ തള്ളി. എന്നിട്ട് അങ്ങനെ നല്ല കാര്യമായിരുന്നു. പക്ഷേ നമ്മൾ ഈ മലയാളം സംസാരിക്കുമ്പോൾ അവർക്കൊരു ഇതുണ്ട്. അതിൽ 2 പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവന്മാരെന്തോ പറയും, നമ്മൾ വേറെന്തോ ഭാഷ കച്ചിൽ പിച്ചിൽ പറയണം, അങ്ങനെ എന്തോ ഇവർ പറയും. ഇങ്ങനെ പറഞ്ഞു കച്ചിൽ പിച്ചിലല്ല ഇത് മലയാളമാണോ. എന്നിട്ട് യുവമാര് അന്ന് രാത്രി ഇങ്ങനെ 4-3 മണിക്കൂർ കൊണ്ട് 700 കിലോമീറ്റർ ഓടിച്ച അവന്മാര് ഓടി മുകളിൽ കയറി. എന്നിട്ട് അവന്മാർ സ്ലിപ്പർ ഇട്ടാണ് പറഞ്ഞത്. ഞാൻ മറ്റേ ഡെക്കാത്തലിൽ പോയി കൂടിയ ചെരുപ്പ്, മറ്റേ 1000 രൂപ സോക്സ്, പിന്നെ തെർമൽസ്, അതിൻ്റെ മുകളിൽ ഇതൊക്കെ ഇട്ട് പോകുമ്പോൾ ഇവർ സ്ലിപ്പർ ഇട്ടുകൊണ്ടൊക്കെ പോകും. സ്ലിപ്പറും ഒരു കമ്പും. എന്നിട്ട് അവരിത് മുകളിൽ പോയി പിറ്റേന്ന് രാവിലെ 3 മണിക്ക് എണീറ്റ് അവർ വീണ്ടും അവിടെ പോകും, ട്രക്കിങ്ങിന് പോകും ഹേംകുണ്ട് സാഹിബിൽ. എന്നിട്ട് അന്ന് തന്നെ പുറത്തിറങ്ങുമെന്ന്. കാര്യം അവർക്ക് എന്ത് ഇത്ര പെട്ടെന്ന് പോകണമെന്ന് വെച്ചാൽ പറഞ്ഞത്, അവർക്ക് ഒരു സ്ഥലമുണ്ട്, 1 ഏക്കർ എന്തോ സ്ഥലമുണ്ട്. അപ്പോൾ അതിൽ കുറേ ചെടി കെട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ നാളെ പോയി ശരിയാക്കണം, ആളില്ലെങ്കിൽ നടക്കില്ല. ഞാൻ ആലോചിച്ചടാ ഇവരെങ്ങനെ ചെയ്യണം. നമ്മൾ റിലാക്സ് ചെയ്ത് ഒരിടത്ത് കിടന്ന് നാളെ രാവിലെ ഗഡിൻ്റെ കൂടെ പോകുമ്പോൾ ഇവരിങ്ങനെ ഓടി സ്ഥിരം ചെയ്യണതായിരിക്കും അതൊക്കെ. അങ്ങനെ ഞാൻ ആലോചിച്ചു, നിത്യാഭ്യാസികൾ. ഞാൻ കുറെ പേരെ കണ്ടു ഇതേപോലെ. എന്നിട്ട് ഒരു മലയാളി ഒരാളെ കണ്ടു, ഒരു സിക്കിലെ ഒരു പയ്യനെ, അവൻ്റെ വീട് ഞാൻ എടുത്തിട്ടുണ്ട്. അവൻ ഹാഫ് മലയാളിയാണ്. അമ്മ ആലപ്പുഴയിൽ നിന്നാണ്, അച്ഛൻ സിക്കാണ്. അപ്പം ഹേംകുണ്ട് സാഹിബിൽ പോകും ഫ്രണ്ട്സുമായിട്ട് പോകണം. ഞാൻ മലയാളിയാണെന്നൊക്കെ ചോദിച്ചു, അതിനെ കൊണ്ട് കുറച്ച് മലയാളമൊക്കെ പറയിച്ച് അവനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ മേളിൽ ഇത് കണ്ട്, അവിടെ മേളിൽ മിലിറ്ററിയുടെ ബേസും ഉണ്ട്, ഒരു ചെറിയ ക്യാമ്പുണ്ട് കുറച്ച്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അടുത്ത് ബോർഡിൻ്റെ അടുത്തായിരിക്കും അവിടെ ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് ദിവസം ഇതായിരുന്നു. സെക്കൻഡ് ദിവസം രാവിലെ നമ്മളെ 7 മണിക്ക് വിളിച്ചുണർത്തി വീണ്ടും ആലു പൊറോട്ട. അവിടെ ഒരു ആൻറ്റി ഉണ്ട് ആ കടയിൽ, ആ ഇതിൽ. അവര് ആൻറ്റി കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയൊക്കെ കൊടുക്കൂലേ ഫുഡ്. അപ്പം അവരുടെ മുഖത്ത് നമുക്ക് കാണാം നമ്മൾ ഫുഡ് കൊടുത്തിട്ട് ആൾക്കാർ എൻജോയ് ചെയ്യണം, എന്തൊക്കെ അവർ നോക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാവരും എങ്ങനെ കഴിക്കുന്നു. ഞാനൊക്കെ പുല്ല് ഒരു ആലു പൊറോട്ടയും അതില് തൈരൊന്നുമില്ല, അച്ചാറ്. അതും മറ്റു നല്ല വിനാഗിരി ഇട്ടൊരു അച്ചാറുണ്ടല്ലോ, അതും അതിങ്ങനെ വായിൽ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെ അമ്മച്ചി ഇങ്ങനെ നോക്കും. ഇപ്പം ചിലപ്പോ അങ്ങനെ കഴിപ്പിക്കണം. അല്ല അവർക്ക് ഇങ്ങനെ ഭയങ്കര ഇതാണ് വെച്ചാൽ ഓവർവെൽമിങ്. എന്റെ ഫുഡ് അവര് കഴിക്കുന്നു. അപ്പം അങ്ങനെ എന്നിട്ട് അതെല്ലാരും കഴിക്കുന്നു. ഉച്ചക്കത്തുള്ള ഫുഡ് അവര് ഇതിൽ പാക്ക് ചെയ്ത് തരും, ഒരു ചെറിയൊരു കവറിൽ പാക്ക് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ വാല്യൂ ഫ്ലവേഴ്സിലോട്ട് പോയി. ഞാൻ രാവിലെ പോയി. അവർ പറഞ്ഞത് ഇത് വാല്യൂ ഫസ്റ്റ് ദിവസത്തെ പ്രശ്നമല്ല, ഗാംഗറിയിൽ വരുന്ന പ്രശ്നമല്ല. കാര്യം എപ്പോൾ ആണോ രാത്രി ആയാലും എത്തിയാൽ മതി, അപ്പോൾ അതൊക്കെ നടന്നു വന്നത്. പക്ഷേ വാല്യൂ ഫ്ലവേഴ്സിൽ അങ്ങനെയല്ല, ഇത് റിസർവ് ആണ്. റിസർവ് ഇതാണ്, ഫോറസ്റ്റിൻ്റെ കീഴിലാണ് സാധനം. അപ്പോൾ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പേരും ആധാർ നമ്പറൊക്കെ എഴുതി കൊടുക്കണം. എന്നിട്ട് അവിടെ പോയി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് 12-1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ തിരിച്ചിറങ്ങണം. കാര്യം 4 മണിക്ക് ശേഷം അതിനകത്ത് ആളുണ്ടെങ്കിൽ അവർ ഫൈൻ അടിച്ച് കൈ കൊടുക്കും. അതുകൊണ്ട് സമയത്തിന് തിരിച്ചിറങ്ങണം. അങ്ങനൊരു പ്രശ്നമുണ്ട്. പക്ഷേ 4 കിലോമീറ്റർ ഉള്ളത് നടക്കാൻ. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഭയങ്കര ഈസി ആയിരിക്കും. നമ്മൾ രാവിലെ നടന്നു തുടങ്ങി, ഫുഡൊക്കെ കൊണ്ട് നടക്കും. നമുക്ക് ഗാംഗരിയിൽ നിന്ന് ഇങ്ങോട്ട് വേണമെങ്കിൽ കുതിര എടുക്കാം, 2500 അങ്ങനെ എന്തേ ഉള്ളൂ. കുതിര എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കോവർ അതേ കയറുള്ളൂ. കുതിരയ്ക്ക് തേരി കയറാൻ വെയിറ്റ് വെച്ചോണ്ട് പറ്റില്ല. അപ്പം ഇതിനെയാണ് അവരിട്ടേക്കണം. അപ്പം ഇത് പക്ഷെ അങ്ങോട്ട് കിട്ടൂല. ഇങ്ങനെ അപ്പുറത്ത് കൊക്ക വല്ലതും ഉണ്ടാ? ഇല്ല, ഇവിടെ വലിയ പ്രശ്നമല്ല. ഹേംകുണ്ട് സാഹിബിലുണ്ട് കൊക്ക, ഒരു സൈഡിൽ കൊക്കയാണ്, വീണ് കഴിഞ്ഞാൽ ഇതാവും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ മലയാളി പഞ്ചാബി അല്ല, ഇത് മറ്റേ പ്രോപ്പർ ഹരിയാനക്കാരൻ. പുള്ളിക്ക് ഹൈദരാബാദ് സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. സ്ഥലമല്ല, ഐ മീൻ ഹോട്ടലൊക്കെ ഉണ്ട്. ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ തരാമെന്ന് പറഞ്ഞു, ഡിസ്കൗണ്ട് ഒക്കെ. എന്റെ ഹിന്ദി ഇതാണ് കൃഷ്ണ, ഇരിക്കുന്നതാണ് കൃഷ്ണ, മറ്റേത് ജിതിൻ, മുംബൈയിലുള്ള. ഹിന്ദി എങ്ങനെയുണ്ടല്ലേ? കൊള്ളാല്ലേ? ഇവിടെ കിടക്കാനൊക്കെ സ്ഥലം, ഇരിക്കാനൊക്കെ ഇടയ്ക്കൊക്കെ ഈ സാധനം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാണ് നമ്മളുടെ
റോഡ്. ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ ചത്ത് മുക്കാറൊക്കെ ആ പെങ്കൊച്ചില്ലേ അതൊക്കെ നമ്മുടെ ഉള്ളതാണ്. ഇവരൊക്കെ ഓടിക്കാറുണ്ട്. ഈ പെങ്കൊച്ച് വലുതായിട്ട് ഓടിക്കാറുന്നില്ല. ബാക്കി രണ്ടും ഇത് കിഡ്സിന്റെ ലെവലാണ്. നമുക്കിത് ഭയങ്കര ഈസി ആണെന്നാണ് പറയുന്നത്. വയ്യ, അതിന് എണീക്കാൻ വയ്യ. പക്ഷെ വലിച്ചു വിടുന്നു. വേണമെങ്കിൽ ഫുഡിന്റെ ഇത് കാണിച്ചത്. ഇത് ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചൊരു സ്ഥലമാണ്. അത് സൈഡിൽ നിന്ന് എടുത്തത്. ഇത് മുറുക്കല്ല, അത് എവിടുന്നാ കിട്ടിയത്? ഇച്ചിരി പാട് തന്നെ. കുറച്ചുകൂടെ വേവിച്ചു. ചപ്പാത്തിയും ആല് പുഴുങ്ങിയത് ഉച്ചയ്ക്ക്. കുറച്ചും കൂടെ ചപ്പാത്തി എടുത്ത് ചുരുട്ടി കഴിക്കുന്നത്. ദഹി ചോദിച്ചു കിട്ടിയില്ല. പ്രക്ഷോഭനും ഷിജുവിനും ഹിന്ദി അതിനകത്തുണ്ട്. ഞാനാണ് ഇവിടെ. ഞാൻ ഇവിടെ ഒരു പട്ടിണി കിടക്കാതെ ബോൾ കഴിച്ചത്. അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്കാണ് സത്യം പറഞ്ഞ് ഫുഡ് കഴിക്കാൻ ഇറങ്ങി. അതൊരു ഒരു പാലം വരും ക്രോസ് ചെയ്യാൻ. ഈ ഗാംഗരിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ദിവസത്തെ സാധനം. ഗാംഗരിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലമായിരിക്കും. പക്ഷെ അങ്ങനെ അല്ല. ഗാംഗരിയെ കുറച്ചും കൂടി അങ്ങനെ ഭയങ്കര നേച്ചർ സാധനമൊന്നും കാണാനില്ല. ഈ ഒരു സ്പെസിഫിക് സ്ഥലത്ത് എത്തുമ്പോൾ മാത്രമേ നമുക്ക് കുറച്ചും കൂടി കാണാനുള്ള ഒരു സ്ഥലമുള്ളൂ. അതാണ് ഈ ഒരു സ്ഥലത്തെത്തും. ഈ ഒരു പാലത്തിന്റെ അവിടെ എത്തുമ്പോൾ നല്ല രസമാണ്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് നടക്കണ അറിയില്ലെങ്കിൽ നമുക്ക് സ്ഥലം ബ്യൂട്ടിഫുൾ ആയിരിക്കണം. നേച്ചർ ഭയങ്കര കിടിലാണെങ്കിൽ നമ്മൾ നടക്കണേന്നും അറിയില്ല. പക്ഷെ അല്ലാത്ത ഈ കയറ്റം മാത്രമാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് മടുക്കും. ഈ സ്ഥലത്ത് എത്തിയാണ് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് അവിച്ചു തന്നത്. ഈ സ്ഥലം ഇനി ശ്രീകാന്ത് ഉരുളക്കിഴങ്ങ് അവിച്ചു അറിയപ്പെടും. എന്നിട്ട് നമ്മൾ പിറ്റേന്ന് രാവിലെ ഇവിടെ പോയി തുടങ്ങി. എവിടെ? ഇത് പിറ്റേന്ന് രാവിലെ. ഇതാണ് നമ്മളുടെ വാലി ഓഫ് ഫ്ലവേഴ്സിലോട്ട് നടക്കണം. അല്ല, ഇത് ഫസ്റ്റ് തുടക്കം. കുഴപ്പമില്ലല്ലേ? ഇത് തുടങ്ങിയുള്ളൂ. ഇങ്ങനെയാണ് പോണത്. പിന്നെ ഓക്കെ, ഇതാണ് വാലി ഓഫ് ഫ്ലവേഴ്സിന്റെ എൻട്രൻസ്. ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ഈ പാൻ ഇന്ത്യൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഹിന്ദി ബെൽറ്റ് അല്ലേ ഇവരെല്ലാം ഒറ്റക്കെട്ടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അല്ല, ഇവരിൽ തന്നെ ഭയങ്കര പ്രശ്നം. ഈ ഗ്രൂപ്പായിട്ട് പോകുമ്പോഴത്തേക്കും ആൾക്കാരുടെ ഓരോരുത്തരുടെ സ്വഭാവം വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ പിന്നീട് മനസ്സിലാക്കി. ബസ്സിൽ തന്നെ ഞാൻ നോക്കി. നമ്മള് തുടങ്ങിയപ്പോ തന്നെ ഒരു ഹിന്ദി പാട്ടിട്ട് 10 മണിക്കൂർ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹിന്ദി പാട്ട് തുടങ്ങി. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും എന്റെ ചെവിയിൽ നിന്നൊക്കെ രക്തം വരണ സംഭവമായി. വയ്യ. ഹിന്ദി പാട്ട് കേട്ട് ഹിന്ദി പാട്ട് ഞാനും കേൾക്കും. പക്ഷെ നമ്മൾ ഇടയ്ക്കൊരു മലയാളം ഒരു ഹിന്ദി തമിഴ് കേട്ടില്ലെങ്കിൽ നമുക്ക് ഒരുമാതിരി തോന്നൂലേ. ഇത് ഫുള്ള് ഹിന്ദി, വൈകുന്നേരം വരെ ഹിന്ദി. ഇടയ്ക്കൊരു വൈ ഡിസ്കവറി മാത്രം ഞാൻ ഒരു തമിഴ് കേട്ടു. അതൊക്കെ കേട്ടപ്പോൾ എന്തൊരു ആശ്വാസമായിരുന്നു. എന്നിട്ട് ഇതിൽ തന്നെ കുറച്ച് പേർക്ക് ഫ്രണ്ട് ഇരിക്കണം, ഒരുമിച്ചിരിക്കണം. വേറെ കുറച്ച് പേർക്ക് പറ്റൂല, അവർക്ക് ഛർദ്ദിക്കണമെന്നും പറഞ്ഞിട്ട് ഏറ്റവും ഫ്രണ്ട് ഇരിക്കണം ഡ്രൈവറുടെ കൂടെ. അപ്പൊ അങ്ങനെയൊക്കെ തുടങ്ങി. അപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തോരം നടക്കെ പോകൂല, ഇടിയായിരിക്കും. പിറ്റേന്ന് രാവിലെ വാലി ഓഫ് ഫ്ലവേഴ്സ് എത്തിയപ്പോഴത്തേക്കും ഹിമാൻഷുവിനെ ഒരു ഗ്രൂപ്പ് കൊന്നു തുടങ്ങി. ഹിമാൻഷു നമ്മളെ ട്രക്കിന്റെ ഗൈഡ്. അവനെ വിളിച്ചിട്ട് എന്നിട്ട് നമ്മളെ ചൂണ്ടിക്കാണിച്ചാണ് പറയണം ഇവരൊക്കെ ചില്ലായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എന്റെ ഗ്രൂപ്പിന് എന്റെ കൂടെ വന്നവര് എന്റെ റെസ്പോൺസിബിലിറ്റി അല്ലല്ല. നമ്മൾ മൂന്നേരം ഇത് മലയാളം, ഞാൻ ഹിന്ദി കൺവേർട്ട് ഹിന്ദി പാട്ടിട്ട് ഹിന്ദിക്കാര് പറയണ അടുത്ത ദിവസം പിറ്റേന്ന് രാവിലെ അവര് പറഞ്ഞത് എനിക്ക് ഹിമാൻഷു നീ ചെയ്യുന്നത് എനിക്ക് പിടിക്കുന്നില്ല. മൊത്തത്തിൽ ബാക്കിയുള്ള കൂട്ടത്തിലുള്ള കുറച്ചുപേരെയൊന്നും എനിക്ക് പിടിക്കുന്നില്ല. നമ്മളുടെ ഫ്രീഡത്തിനെ ഇന്റർഫിയർ ചെയ്യുന്നു. എനിക്ക് കറക്റ്റ് സീറ്റ് കിട്ടുന്നില്ല. എനിക്ക് പിന്നെ അതുപോലെ അവര് വെയിറ്റ്, കുറെ പേര് നടക്കും, നല്ല സ്പീഡിന് നടക്കും, കുറെ പേര് നടക്കൂല. കാര്യം ഫസ്റ്റ് പറഞ്ഞ ട്രക്കാണ്. അപ്പൊ അവര് പറയണത് നമ്മൾ അവരെ കാത്ത് കുറെ നേരം നിൽക്കുന്നു. ഹിമാൻഷു എപ്പോഴും അവൻ ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ അവൻ എല്ലാരെയും നോക്കും. ഏറ്റവും പുറകിലാണ് അവൻ പറഞ്ഞത്. അപ്പൊ അവൻ പറഞ്ഞ മറ്റൊരു നിങ്ങൾക്കകത്ത് നമ്മൾ കുറെ നേരം നിൽക്കുന്നു. പിറ്റേന്ന് രാവിലെ 7 മണിക്ക് പോകാന്ന് പറഞ്ഞിട്ട് അത് 7:30 അപ്പം 7:30 ആയതുകൊണ്ട് ഈ വാലി ഓഫ് ഫ്ലവേഴ്സ് എത്തണമെങ്കിൽ അങ്ങ് തിരിച്ചു വരണമല്ലോ. അപ്പൊ അതിനു മുമ്പ് മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നടന്ന് ശരിയാവില്ലെന്നൊക്കെ പറഞ്ഞു അവന്റെ ചെവി ചെന്ന് തുടങ്ങി. അപ്പൊ ഇതിൽ എല്ലാവരും ഒന്നും പ്രശ്നമില്ല. കുറച്ച് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ട്, കുറച്ച് പേര് ചില്ലാണ്. അപ്പം നമ്മളെ കാണിച്ചിട്ടുണ്ട് ഇവരൊക്കെ ചില്ലായിരിക്കും, ഇവർക്ക് വേറെ ഒന്നുമില്ല. പക്ഷെ എനിക്ക് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ ഇങ്ങനെ സംസാരമൊക്കെ ആയി ഹിമാൻഷുവിനെ കൊല്ലുന്നോണ്ടിരിക്കുന്നു. ഇതാണ് ഹിമാൻഷുവിനെ കാണിച്ചു തരാം. ഹിമാൻഷു ഒരു പാവം പയ്യനാണ്. അവൻ അവിടുത്തെ ആള് തന്നെയാണ്, പഹാഡിലെ ആളാണ്. ഇതാണ്
ഓക്കെ ഇപ്പൊ അതിനാണ് 21 വയസ്സെന്ന് പറഞ്ഞത്. 21 താങ്ക് യു ഹിമാൻഷു. ഇവിടെ ഒരു കിടിലം ഗ്ലേസർ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ ഒരു ഗ്ലേസിയർ ഉണ്ടായിരുന്നാണ് അവൻ പറഞ്ഞത്. അത് ഉരുകി പോയി, ഇപ്പൊ ഇല്ല. ഓ ഗ്ലേസിയർ ഉണ്ടായിരുന്നു. ഗ്ലേസിയർ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഹിമാൻഷു. ഹിമാൻഷു ഭയങ്കര കിടിലം നല്ല പയ്യനായിരുന്നു കേട്ടോ, കൊണ്ടുപോയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രശ്നക്കാരനെയാണ് കാണിച്ചിരുന്നത്. അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല, അതൊക്കെ മോശമല്ലേ. പറയും, പക്ഷെ ആരാണെന്നൊന്നും പറയും. ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കിയ ഒരാളല്ലേ. എന്നാലും നമ്മൾ നല്ല കമ്പനി ആയിരുന്നു എല്ലാവരും. ഇതാണ് ആ പുല്ല് പറിച്ച്. ഇടുന്നുണ്ട്. മെഡിസിൻ ഓ, ഇത് പുല്ലല്ലേ, ഇതെന്തോ കുഞ്ഞു ചെടിയാ. ചെടിയാ. ഞാൻ പുല്ലെന്ന് പറഞ്ഞാൽ നീ മറ്റേ ഞാൻ മറ്റേ പുല്ലാണ്. നീളമുള്ള പുല്ല്, പശുപുല്ലെന്നാ വിചാരിക്കും. പുല്ലൊന്നും ഇതിന്. പുല്ല് പോലെ അല്ലേ. ഗുഡ്, താങ്ക് യു. ഒരു മെഡിക്കൽ പ്ലാൻ കൊള്ളാം. ഒരു കഴിച്ച പോയിട്ട് ഒരു അമൃതാക്കിന്റെ ടേസ്റ്റ്. കറക്റ്റ് അമൃതാഞ്ചം മുളപ്പിക്കുമ്പോൾ നമുക്കൊരു സാധനം കിട്ടൂലേ, അതുപോലെ ഉണ്ടായിരുന്നു. അതുപോലത്തെ ഒരു സാധനം. അങ്ങനെ ഇവന് കുറച്ച് ഐഡിയ ഒക്കെ ഉണ്ട്, എന്തൊക്കെയാണ് സ്ഥലം, എന്തൊക്കെയാണ്. ആവി പിടിക്കാനൊക്കെ കൊള്ളായിരിക്കും. പക്ഷെ എന്തോ ചവച്ചപ്പോ നല്ലൊരു ഫ്രഷ്നെസ് സാധനം കിട്ടി, മിന്റിന്റെ. അങ്ങനെ നമ്മൾ ഈ രാവിലെ നടന്നു തുടങ്ങി. ഇവിടെ കുറച്ച് താമസിച്ചുകൊണ്ടാണ് അവർ ഉടക്ക് തുടങ്ങിയത്, അവർക്ക് മാക്സിമം കവർ ചെയ്യണമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ തുടങ്ങിയപ്പോൾ 4 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്നലെ 12 കിലോമീറ്റർ ഇടണല്ലോ, 4 കിലോമീറ്റർ ചുമ്മാ എത്തും. ഇല്ല, ഇതിൽ ഇടയ്ക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്കും കടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി തന്നെ വേണ്ട ഇതേപോലത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ കുറേ. പക്ഷേ ഇവിടുത്തെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നേച്ചർ ഭയങ്കര രസമാണ്. അപ്പുറത്തും ഇപ്പുറത്തും കാണാൻ കുറേ സീനറീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അധികം മനം മടുക്കൂല, പക്ഷെ എങ്കിലും കുറേ നടക്കാനുണ്ട്, കുറേ. പിന്നെ ഇടയ്ക്ക് ഇവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് മലയാളികളെ കണ്ടത്. അവരുടെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇടണോ? ഇത് നമ്മൾ നടന്നു ഏകദേശം പകുതി എത്തിയപ്പം കണ്ടതാണ്. നമ്മൾ 2-3 മലയാളികളെ കണ്ടു. ഹായ് ബ്രോ, പേരെന്തായിരുന്നു? അൽസാജോ? അൽസ ബ്രോ. അവര് നമ്മളിലുള്ള കേട്ടോ, ഫ്രണ്ടിലുള്ള അപ്പയും. അൽസ എവിടുന്ന്? എവിടെ? എറണാകുളം. ഞാൻ തിരുവനന്തപുരത്ത്, പക്ഷേ എറണാകുളത്ത് വർക്ക് ചെയ്യണം. എറണാകുളം മീൻസ് അതൊക്കെ പോട്ടെ. തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞാ പോയി. അല്ല, അവൻ സ്ഥലമൊക്കെ ചോദിച്ചപ്പോ തിരുവനന്തപുരത്താണ്, എടാ സംസാരിക്കണ്ടേ ആൾക്കാരുമായിട്ട്. തിരുവനന്തപുരത്ത് ഒരു ദിവസം തന്നെ വന്നാലായി. ഭർത്താവ് അവൻ പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ ചോദിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പം ഇവിടെ ഒത്തിരി പാടാണ് കേട്ടോ, നടക്കാൻ കുറച്ച് പാടൊക്കെ ഉണ്ട്. ഒരു സ്ഥലം വരെയൊക്കെ കുറേ സ്ലോപ്പും സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പൂക്കള് തുടങ്ങിയില്ലല്ലേ? പൂക്കൾ തുടങ്ങിയില്ല, ഇടയ്ക്ക് വെച്ചിട്ട്. അല്ല, രാവിലെ പൂക്കൾ തുടങ്ങിയായിരുന്നു കുറച്ച് സ്ഥലങ്ങൾ. നമ്മൾ കുറച്ച് പുഷ്പങ്ങളൊക്കെ. എഴുതി വെച്ചേക്കണം. അത് ഞാൻ വീഡിയോ എടുത്തതാണ്, വ്ളോഗ് ചെയ്തപ്പോ. വന്നാലും ഇനി എന്തായാലും രക്ഷപ്പെടാൻ ഇല്ല, പറ്റില്ല. ചത്തോടെ കിടന്നാ മതി. മല്ലനും മാതയും അപ്പൊ വാന്തി അള്ളി കയറിയിട്ട് പോകും. ഇങ്ങനെ ഏതൊരു ആൾക്കാരൊക്കെ ഇങ്ങനെ കടന്ന് രക്ഷപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. ഉണ്ടോ? രക്ഷപ്പെട്ടിട്ടൊക്കെ എന്തോ എന്റെ അറിവില്ല, അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഇതിന് നമ്മൾ നടന്നിട്ട് എത്ര എത്തിയിട്ടും ഈ വാലി എത്താനില്ല. പിന്നെ ഇടയ്ക്കൊരു ഉച്ചയ്ക്ക് ഒരു 1 മണിയൊക്കെ അല്ല 11:30 ആയപ്പം എനിക്ക് തോന്നുന്നു വാലി എത്തി. അത്യാവശ്യം രാവിലെ നടന്നു തുടങ്ങിയാണ്. വാലി എത്തി. നമുക്ക് വേണമെങ്കിൽ വാലിയിൽ അങ്ങ് വരെയും പോവാം, അവിടെ ഒരു റിവർ ബെഡൊക്കെ ഉണ്ട്. പക്ഷേ നടന്നെത്തിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് തളർന്നു. പിന്നെ അവിടെ അങ്ങ് വാലിയിൽ അങ്ങ് കിടന്ന് സമാധാനമായിട്ട്. വാലി ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഏത് വീഡിയോ കാണിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കുറേ വീഡിയോ ഉണ്ട് ഇതിനകത്ത്. നല്ലൊരു വാലി വീഡിയോ ഇടും. ഇതാണ് വാലി. പൂവ് കുറവായിരുന്നു കേട്ടോ. ജൂണിൽ പൂവ് തുടങ്ങണേ ഉള്ളൂ. ജൂലൈ ലാസ്റ്റ് ആകുമ്പോഴേ പൂവ് തുടങ്ങുള്ളൂ. നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ പുറകിൽ വന്നവരും പറയും. അങ്ങനെ പറിച്ച് അവസാനം മുട്ടക്കുന്നാവും. ഇതാണ് 4 കിലോമീറ്റർ നടന്നെത്തുന്ന സ്ഥലം. ഇതുണ്ട് ഫ്രണ്ടിലോട്ടാണ്, കുറച്ച് വാലി ഫ്രണ്ടിലോട്ടാണ്. കുറച്ചും കൂടി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമുണ്ട്. അത് എടുത്തില്ലെന്ന് തോന്നുന്നു. എന്നിട്ട് അവിടെ സ്റ്റേ ചെയ്യോ തിരിച്ചു വരുമോ? അവിടെ കുറച്ചു നേരം എന്നിട്ട് തിരിച്ചു വരുവാടാ. ഇതല്ലടാ, വേറൊരു വീഡിയോ എനിക്ക് തോന്നുന്നു. അത് സത്യം പറഞ്ഞാൽ ഫോണിൽ അങ്ങനെ കിട്ടൂല അതിന്റെ ഒരു ബ്യൂട്ടി. അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് വാലി. സീസൺ ആകുമ്പോൾ ഫുള്ള് പൂവാവും. എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഫുള്ള് പൂവാവും എന്നാണ് പറയണത്. വേറൊരാളും ബ്യൂട്ടി എൻജോയ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കൂടെ വന്ന കുറച്ച് പേരും രാവിലെ കുറെ പേര് പറഞ്ഞു തണുപ്പാണോ ഇവിടെ നല്ല തണുപ്പാണ് അത്യാവശ്യം. അവർ രണ്ടോടെ ഹിമാൻഷു ഇരിക്കുന്നു. പക്ഷെ ഇതില് കറക്റ്റ് കിട്ടണില്ലടാ. അത് നമുക്ക് കണ്ണിൽ കാണുമ്പോഴേ
അതിന്റെ ബ്യൂട്ടി അറിയാം. അത് കിട്ടണുള്ളത്. എത്ര ഞാൻ നോക്കി, ഫോണിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അതിന്റെ ഒരു സുഖമൊന്നും കിട്ടണില്ല. 30 മിനിറ്റ്സേ ഉള്ളൂ. ഒരു പുഷ്പം അതിലിരിക്കണം. ഇതാണ് ബ്ലൂ പോപ്പി, ഹിമാലയൻ ബ്ലൂ പോപ്പി. എനിക്ക് തോന്നുന്നു ഓക്കെ, ബ്ലൂ കളറായിരുന്നു. ഇത് ഭയങ്കര റെയർ ആണ്. ഇത് ക്യൂൻ ഓഫ് ഫ്ലവേഴ്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പിന്നെ ഹിമാൻഷു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പം റിസർവ് ഫോറസ്റ്റ് ആയതിനു ശേഷം ഈ ആടിനെയൊന്നും കൊണ്ട് ആർക്കും കയറാൻ പറ്റില്ല. ഇപ്പം മുമ്പായിരുന്നെങ്കിൽ അവർ ആടിനെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ വീടായിട്ടുള്ള പ്ലാന്റ്സിനെയൊക്കെ അത് തിന്നുമായിരുന്നു. പക്ഷെ ഇപ്പം അത് പറ്റുന്നില്ല. അപ്പോഴത്തേക്കും അവിടെ ഒരു ഇതും കഴിക്കൂല ആട്. അവരാണ് പൂ കഴിക്കൂലെന്നാണ് അവൻ പറയണത്. പൂവൊന്നും അങ്ങനെ കഴിക്കൂല. അത് അല്ലാതെ ഇപ്പൊ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. ഇപ്പം പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ വീടായിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ വളരണമുണ്ട്, പൂവുകൾ കുറയുന്നു എന്നാണ് അവൻ പറയണം. ഒരു പർട്ടിക്കുലർ ഒരു പ്ലാന്റ് ഉണ്ട്, അത് ഒരുപാട് പൂത്ത് നിൽക്കണമുണ്ട്, ബാക്കിയുള്ള പ്ലാന്റ്സിന് അത് വളരെ സമ്മതിക്കുന്നില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അത് എത്രത്തോളം ഇതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് അവിടെ ഫുഡ് കഴിച്ച് അവിടെ അങ്ങ്. പക്ഷെ ഇതിൽ തന്നെ ഒരു ടീം ഞാൻ ശ്രദ്ധിച്ചപ്പോഴത്തേക്കും അവർ ബാഗൊന്നും വാങ്ങാതെ ഈ ഹിമാൻഷുവിനെ കൊണ്ട് എല്ലാം ചോപ്പിക്കും. എല്ലാം അല്ല, ഫുഡൊക്കെ ഇങ്ങനെ അവർ പയ്യനെ കൊണ്ട് ചോപ്പിക്കും. ഒരുപാട് കാണാം. പക്ഷെ എന്നാലും ഒരു 1/2 കിലോ ഒക്കെ വരില്ലേ, 2 പേരുടെ ഫുഡൊക്കെ ഒരു 1/2 കിലോ ഒക്കെ വരും. എന്നിട്ട് ഫസ്റ്റ് ഉച്ചയ്ക്ക് അവൻ അങ്ങ് എത്തി. അപ്പോഴത്തേക്ക് അവനോട് വിളിക്കണ ഫുഡ് വിശക്കണ ഫുഡ് കൊണ്ടുവരാൻ. അപ്പോൾ അവൻ പറഞ്ഞു അവിടെ ഇരുന്നാൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ തരാം. എന്നിട്ട് അവൻ തിരിച്ച് 3 മണിക്കാണ് ഫുഡ് കൊണ്ട് കൊടുത്തത്. അങ്ങനെ അതൊക്കെ പിന്നീട് പ്രശ്നമാവും. അപ്പം ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഒരു ഗ്രൂപ്പുമായിട്ട് പോകുമ്പോഴത്തേക്ക് ഭയങ്കര കുറെ നല്ല വശങ്ങളുണ്ടെങ്കിലും ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ ഒരേ ഇതുള്ളവര് പോകണമായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരേ ഏജ് ഗ്രൂപ്പ് പോകണം, അല്ലെങ്കിൽ അത്രയും മിക്സ് ആയിട്ടല്ലേ അഡ്ജസ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ പക്ഷെ നമ്മൾ 3 ചില്ലായിരുന്നു. നമ്മൾക്ക് 3 പേർക്ക് ഒരു റൂമായിരുന്നു. നമ്മൾ അത്യാവശ്യം നിങ്ങൾ 3 പേരും ചില്ല എന്ന് വെച്ചാൽ തമ്മിൽ ചില്ലായിരുന്നു. നമ്മൾ ചില്ലായിരുന്നു, അവരുമായിട്ടും ചില്ലായിരുന്നു. വേറെ ആയിട്ട് നമ്മൾ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഹിമാൻഷു ആണ് എനിക്ക് തോന്നിയത് കുറെ അനുഭവിച്ചെന്ന് തോന്നി. കുറെ ഇടയ്ക്കിടയ്ക്ക് അവന് എല്ലായിടത്തുനിന്നും അവന് ചീത്ത മീൻസ് ഒന്ന് കുറ്റം പറയും. അവന്റെ ചെവി നിന്നുകൊണ്ടിരിക്കും ആൾക്കാർ. പിന്നെ അവൻ ഇതിന്റെ കൂടെ നടക്കണം, ആൾക്കാരെ കൊണ്ടുപോകണം, അങ്ങനെ കുറെ ഉണ്ട്. അങ്ങനെ നമ്മൾ വൈകുന്നേരം ഒക്കെ രാത്രി അന്ന് വൈകുന്നേരം 4-4:30 ആയപ്പോഴത്തേക്ക് തിരിച്ചെത്തി. കാര്യം പെട്ടെന്ന് അവിടെ തിരിച്ചു വരണമല്ലോ. അങ്ങനെ അന്ന് വന്നു. അത് ഒത്തിരി കടുത്ത് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അന്ന് രാത്രി ആയപ്പോഴത്തേക്ക് എനിക്കും പ്രഷവനും പനി അടിച്ച്. നമ്മൾ വിചാരിച്ചു പിറ്റേന്ന് പോകാൻ പറ്റില്ല. പിറ്റേന്ന് നമ്മൾ പോണത് ഇവിടെയാണ്, ഹേംകുണ്ട് സാഹിബ്. അതൊരു കിടില സ്ഥലമാണ്. ഇത്രയേ ഉള്ളൂ. കുറച്ച് നടക്കാറുണ്ട്, നല്ല രസമുണ്ട്, കുറെ പൂവുണ്ട്. പൂ ഫുള്ള് പൂത്തില്ല. ഒരു ജൂലൈ ലാസ്റ്റ് കിട്ടിയില്ല അല്ലേ? അത് ഫുള്ള് ഇല്ല, കുറച്ചൊക്കെ ഉള്ളു. അവിടെ താഴ്വര കാണാൻ ഭയങ്കര രസമാണ്. ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കിയത്. പിന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള ഇവിടെയൊക്കെ ഫ്രെയിം ഒക്കെ ഭയങ്കര രസമാണ്. ഫോട്ടോ എടുക്കാൻ അറിയുന്നുള്ള ഒരുത്തൻ ചുമ്മാ കൊണ്ടുവന്ന് ക്യാമറ വെച്ചാലും ഭയങ്കര കിടിലം ഫോട്ടോ കിട്ടും. നമുക്ക് അത്ര എടുക്കാൻ അറിഞ്ഞിടത്തോണ്ടായിരിക്കും കിട്ടാത്തതെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അന്ന് രാത്രി വന്ന് വീണ്ടും നമ്മൾ പുറത്തുനിന്നാക്കി രാത്രിത്തെ ഫുഡ് പുറത്തുനിന്ന് കഴിച്ച്. നമ്മൾ പറഞ്ഞാൽ അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞ് രാത്രി പുറത്തുനിന്ന് കഴിച്ചിട്ട് പിറ്റേന്ന് രാവിലെ പോകാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പനിയായി. അപ്പോൾ വിചാരിച്ച് ഒരു ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ കുതിര എടുക്കാം. അപ്പം നമ്മൾ പോകുന്നത് കുതിര തിരിച്ചു പറഞ്ഞത് അല്ല, തിരിച്ചെത്തി. പിറ്റേന്ന് രാവിലെ ഹേംകുണ്ട് സാഹിബ്. അത് 7 കിലോമീറ്റർ നടക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് കറക്റ്റ് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് അടിക്കുന്ന ഒരു സാധനമാണ്. നല്ല മലയുടെ മണ്ടയിലാണ്. അത് ഇത്തിരി കടുക്കുന്ന സ്ഥലമാണ്. അങ്ങനെ നമ്മൾ രാവിലെ കുതിര എടുത്തു. കുതിരയിൽ വേണമെങ്കിൽ ഞാൻ ഒറ്റയടി കുതിര കയറിയിടാ. എന്താ ഒരു കമ്പി അത് പൊത്തി കയറിയല്ല, ഭാഗ്യത്തില്. അത് നമ്മൾ ഈ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ മറ്റേ വാള് വെക്കും. അങ്ങനെയല്ല വെക്കണ കുതിരയാണ്. ഇത് കോബർ കഴുത. ഇത് മിക്സാ. കാര്യം അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കുതിര നടക്കൂല. കുതിര നടക്കുന്ന പഹാടി ഹിമാചലിൽ കിട്ടുന്ന ഒരു സാധനമുണ്ട്, അതേ നടക്കുള്ളൂ എന്നാണ് പറയണം. ബാക്കിയുള്ളതൊന്നും ഈ തേരിയിലൊന്നും വെയിറ്റ് വെച്ചോണ്ടത് കയറൂല ഈ സാധനം. എന്നിട്ട് ഈ പയ്യുണ്ട്, ഒരു രക്ഷയില്ലടാ. ഇവര് 3-5 കോവർ കഴുതമുണ്ട്. നമ്മൾ വിചാരിക്കും കുതിരയ്ക്കാണ് ആരോഗ്യമെന്ന്. അല്ല, ഇതിന്റെ കൂടെ നടക്കുന്ന ആളുകളാണ് ആരോഗ്യം. അവന്മാര് ഡെയിലി 3 ട്രിപ്പൊക്കെ എടുക്കുമെന്ന് പറഞ്ഞതിന്റെ അടുത്ത്. നമ്മൾ ഒരാൾ കയറിയിട്ട് ഇറങ്ങാൻ രാത്രിയാവും. ഇവൻ ഒരു ദിവസം 3 ട്രിപ്പ് എടുക്കും. ഇതിന്റെ കൂടെ നടക്കും അവൻ. ഇതിനെ കൊണ്ട് യവനാണ് ഇതിന്റെ സ്പീഡ് ഡിസൈഡ് ചെയ്യണത്. യവൻ നടക്കുന്ന സ്പീഡിനായിരിക്കും നടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് യവ അടിക്കും. പക്ഷെ ഫ്രണ്ടിലുള്ളവന്മാരൊന്നും അടിക്കാനില്ല. പക്ഷെ അടിക്കുന്നത് വേറൊരു കമ്പിന്റെ അടിഭാഗം ചതച്ച് വെച്ചിട്ടാണ് അടിക്കുന്നത്. അപ്പൊ എനിക്കോട് വലിയ വേദന എടുക്കൂലെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചവന്റെ അടുത്ത്, അല്ല അത് വീഡിയോ ഉണ്ട് എന്റെ. ഞാൻ ചോദിച്ചവന്റെ അടുത്ത് എന്തുകൊണ്ട് അടിക്കണം എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ ഇന്നും തുടങ്ങിയതല്ല, 9 വർഷമായി. അവൻ പറഞ്ഞത് അവന്മാരൊക്കെ ഒന്നും അറിഞ്ഞൂടാ, അവന്മാര് മൂക്കേറിട്ടാണ് കൊണ്ടുപോണത്, അതുകൊണ്ടാണ് അടിക്കാത്തത്. പക്ഷെ ഞാൻ മൂക്കേറൊന്നും ഇട്ടിട്ടില്ല.
ഞാൻ അല്ലാതെ കൊണ്ടുവന്നത്. പക്ഷേ പക്ഷെ അടിക്കുന്നതാണ് പോലെ എനിക്ക് ഇങ്ങനെ ആയിരിക്കും വിചാരിച്ച ഇതിന്റെ മണ്ടേ കയറി ഒരുമാതിരി മൃഗസ്നേഹമാണ് എന്റെ അടുത്ത്. അല്ലെ എനിക്ക് അത് ഭയങ്കര ഇതായി ഹർട്ടായി ഇങ്ങനെ ഇതിട്ട് അടിക്കുമ്പോ ഞാൻ നീ പറഞ്ഞു അതിന്റെ മണ്ടയിൽ കയറിയാണോ പോയത്? ഇവിടെ പോയതല്ല, പിന്നെ പഹൽഗാമിൽ പോയപ്പോ. നീ സവാരിക്കാ പോയത്? പഹൽഗാമില് കുതിര സവാരി ഉണ്ട്. അതെന്ന് വെച്ചാ വെറുതെ സവാരിക്കാ പോയാ അത് കയറ്റമൊക്കെ ഉണ്ട്. കയറ്റമൊക്കെ ഉണ്ടോ? അതിനുശേഷം ഞാൻ പിന്നെ കുതിരപ്പുറത്ത് കയറുമെന്ന് തീരുമാനിച്ചു. ശബ്ദം എടുത്താ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വലിയ ഉപദ്രവമൊന്നും പക്ഷെ അവിടെ ഉള്ള നല്ല ഉപദ്രവം. അങ്ങനെ ഉപദ്രവമൊന്നുമില്ല. ഇടയ്ക്ക് 3 കുതിര ഉണ്ടായിരുന്നു. നല്ല അടിക്കും. ഇത് അങ്ങനെ അത്ര അടിയൊന്നും ഇല്ലടാ. ഇതിൽ 3 കുതിരയുണ്ട്. എന്റെ കുതിരയ്ക്ക് ചെറിയ തലകറുപ്പുണ്ട്. ഫ്രണ്ടിൽ പ്രക്ഷോഭിന്റെ ഒരു കുതിരയുണ്ട്. നടുക്കത്തെ കുതിര പാവം. ഈ നടുക്കത്തെ കുതിര എങ്ങാണെന്ന് തോന്നുന്നു. കുതിരയെല്ലാം ഓർക്കരുതാം. ഫ്രണ്ടിൽ പോണ കുതിരയാണ് ലീഡ് ചെയ്യണത്. എന്റെ കുതിര എപ്പോഴും അതിനെ ഓവർടേക്ക് ചെയ്യാൻ നോക്കും. അപ്പം യവ അതിന്റെ വാലിൽ പിടിച്ച് ഇങ്ങനെ വലിക്കും, എന്നിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഒരു ചവിട്ട് വന്നു. എന്നിട്ട് അവൻ പറഞ്ഞ് ഈ പ്രക്ഷോഭിന്റെ കുതിര ഉണ്ടല്ലോ അത് തലകറിച്ചതാണ്, ആര് പുറകിൽ ചെന്നാലും ചവിട്ട് വന്നു. അതുകൊണ്ടാണ് അതിനെ ഫ്രണ്ട് വിടുന്നത്. അതിന്റെ കൂടെ ഈ 2 കുതിരയും. എന്നിട്ട് എന്റെ കുതിര ആണെങ്കിൽ തലകറുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും 2 ആൾക്കാർ 2 കുതിരയായിട്ട് പോവായിരിക്കും. അതിന്റെ ഇടയിലൊക്കെ ചെന്ന് കയറും. എന്നിട്ട് മലേരിയൊക്കെ ഇടയിലുണ്ടല്ലോ ഈ ഇപ്പുറത്തൊരു വീഴാനുള്ള സ്ഥലം, അതിൽ കൂടെ നടക്കുള്ളൂ. നമ്മൾ വിചാരിക്കും എനിക്ക് അത് കണ്ട് തല ഇറങ്ങണം. അത് ഒരു വീഡിയോയിൽ കണ്ടു. ഇന്ന് ഒറ്റ കുക്കയിൽ ഇപ്പൊ വീഴുമെന്ന് തോന്നുന്നു. ഇതിലൊക്കെ നല്ല സൈഡിൽ കൊക്കമുള്ള സ്ഥലത്തൊക്കെ പോകൂടാ, അതിന്റെ അരുവിനൊക്കെ പോയി നടക്കും. നമുക്ക് ഇതിനെ പേടിയാവും ഇത് വീണു പോകും. കാര്യം നമ്മൾ നോക്കും, നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല ഇത് അതിന്റെ അടുത്തൊക്കെ പോകും. ഇതൊന്നും എനിക്ക് കുറെ എടുത്തിട്ടില്ല, ചത്തു. പിന്നെ ഒരു ബോഡി ആയിട്ട് വേണം വരേണ്ടത്. പക്ഷെ ഭയങ്കര കിടില എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുതിരപ്പുറത്ത് ആദ്യമായിട്ടാണ് കയറിയത്. എനിക്ക് ഭയങ്കര നമുക്കൊരു സന്തോഷം വരില്ലേ. നമ്മൾ കൊച്ചിലെ ചന്ദ്രകാന്തയെ കാണുമ്പോൾ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അംഗൻവാടിയിലൊക്കെ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടിൽ കുതിര ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ പിള്ളേരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പണ്ട്. അപ്പം വീട്ടിൽ പശുവാനുണ്ടായിരുന്ന, അപ്പം വെള്ള കുതിര ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ നമുക്ക് ആ ഒരു സാധനമൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി. ഫസ്റ്റ് കുതിരയെ പോയി ഞാൻ വിചാരിച്ച് ഭയങ്കരമായിട്ട് പ്രശ്നമാവുന്നില്ല. നല്ല രസമായിരുന്നു. കുതിര ഇങ്ങനെ പോയി അവിടെ. പക്ഷെ ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് പ്രക്ഷോഭം ഇറങ്ങിയപ്പോഴത്തേക്കും കുതിര ചവിട്ടാൻ പോയി. ജസ്റ്റ് മിസ്സായിരുന്നു. കിട്ടിയിരുന്നെങ്കിൽ ഇരിപ്പതായിരുന്നു. കുതിര മറ്റേ കിക്ക് ചെയ്യണോ, ഇങ്ങനെ കിക്ക് ചെയ്യും. ലാസ്റ്റ് കുതിര കിക്ക് ചെയ്യും. ഇതിൽ കിട്ടിയില്ല, എനിക്ക് വീഡിയോ ഫുള്ള് കിട്ടിയില്ല. ഇങ്ങനെ ഇറങ്ങി എങ്ങനെ പിടിച്ചിറക്കിയതാണ്. ഇറങ്ങിയപ്പോഴത്തേക്കും കാല് കുടുങ്ങിയപ്പോഴത്തേക്കും കുതിര മറ്റേ ഒരു സാധനമാക്കിയിട്ട് കിക്ക് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഷിജുവിന്റെ കുതിര അത് മീതയിലാണ് പ്രവർത്തിക്കുന്നത് തോന്നുന്നു. പോണ വഴിക്ക് ഫുള്ള് അതിന്റെ പുറകിലാണ് ഞാൻ. ഫ്രണ്ടില് പ്രക്ഷോഭിന്റെ കുതിര, നടുക്ക് ഷിജുവിന്റെ കുതിര, പുറകില് ഞാൻ. ഇത് വന്നോട്ടില്ല ഗ്യാസ് പൊട്ടലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് എന്ത് സൗണ്ട് നോക്കിയപ്പോ ഇത് അത് നമുക്ക് കാണാം വിസിബിളി. എനിക്ക് തലയെ തിരിക്കാനൊന്നും പറ്റില്ലല്ലേ ഇങ്ങനെ നിൽക്കുമ്പോ ഭയങ്കര ഭയങ്കര വെച്ച് കഴിഞ്ഞാൽ അതിന് ഗ്യാസിന്റെ പ്രശ്നം തന്നെ. അതിന്റെ വല്ലതും ഉണ്ടോ? അതൊന്നും ഞാൻ എടുത്തില്ല. ആ വീട് സ്ഥലമൊന്നും ഞാൻ എടുത്തില്ല. ഭയങ്കര ഗ്യാസ് അങ്ങനെ. പക്ഷെ ഇത് കയറുമ്പോ തന്നെ മഞ്ഞ് കയറി കേട്ടാ. ഫസ്റ്റ് വന്നപ്പോഴത്തേക്ക് എന്റെ ചുറ്റും കുറെ മൗണ്ടൻസ് ഉണ്ടായിരുന്നു. മറ്റേ കൈലാസം പോലത്തെ കുറെ മൗണ്ടൻസ് എന്ന് വെച്ചാൽ കറുത്ത ഇതിനകത്ത് കുറെ മഞ്ഞ് നടക്കുന്ന സാധനം നമ്മൾ കാണില്ല, അത് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുള്ള് മഞ്ഞ് കയറിയിട്ട് ഫ്രണ്ടിലുള്ള ആളിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിന്റെ അപ്പുറത്തുള്ള ആളിൽ നിന്ന് കാണാൻ പറ്റാത്ത അവസ്ഥയായി. എന്നിട്ട് മുകളിലെത്തിയപ്പോൾ തന്നെ മുടിയിലൊക്കെ മഞ്ഞായി. ഇങ്ങനെ കയറി മഞ്ഞ് സെറ്റപ്പായി. അവിടെ കയറിയപ്പോൾ തന്നെ നമ്മൾ ആദ്യം എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഭയങ്കര തണുപ്പും. അവിടെ ഹേംകുണ്ട് സാഹിബിലാണ് എത്തിയത്. എന്നിട്ട് നമ്മൾ ഈ പയ്യൻ നൈസായിരുന്നു കേട്ടോ. നമ്മളെ പെട്ടെന്ന് എത്തിച്ചവൻ. അവന് നമ്മൾ ടിപ്പ് വരെ കൊടുത്ത്. അവൻ ടിപ്പ് കൊടുത്തപ്പോഴത്തേക്കും അവന്റെ മുഖം നിങ്ങളുടെ ആദ്യം ടിപ്പ് കിട്ടണേന്ന് നമ്മളവിടെയൊക്കെ ചോദിച്ചു വാങ്ങിച്ച് പെർ ഹെഡ് 100 രൂപ. നമ്മള് 500 രൂപ കൊടുത്തു. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് ചേട്ടാ തിരിച്ചു വരുമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോയി. എന്നിട്ട് പിന്നെ ചോദിച്ചു ഈ കുതിര ഇതിന് എന്ത് ചെയ്യുന്നു ഈ ഓഫ് സീസൺ സമയത്ത്. അപ്പൊ അവര് പറഞ്ഞത് ഈ പഹാഡിലെല്ലാം കൺസ്ട്രക്ഷൻ നടക്കുമ്പോഴത്തേക്കും വേറെ വണ്ടിയൊന്നും കയറില്ലല്ലോ. അപ്പൊ ഇതിന്റെ പുറത്താണ് സിമന്റ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കയറുന്നത്. പിന്നെ ഓഫ് സീസൺ എന്ന് പറഞ്ഞ സാധനം ഇല്ല ബേസിക്കലി. പിന്നെ ഞാൻ ഫുഡൊക്കെ ചോദിച്ചു, മുതിര കൊടുക്കും, പിന്നെ അങ്ങനെ കുറെ സാധനങ്ങൾ, ചോളം, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ അവൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു മേളിൽ നിന്ന് 100 രൂപ എടുത്താൽ ഇതിന് കുതിരയുടെ ഫുഡ് കിട്ടും. നമ്മൾ പറഞ്ഞു കുതിരയ്ക്കും കൂടെ ഫുഡ് വാങ്ങിച്ചെടുക്കാനൊക്കെ പറഞ്ഞിട്ട് ആണ് വന്നത്. എന്നിട്ട് നമ്മൾ ഹേംകുണ്ട് സാഹിബിലെത്തി. അവിടെ ഹേംകുണ്ട് സാഹിബാണ് ലോകത്തിലെ ഏറ്റവും ടോപ്പിലുള്ള ഗുരുദ്വാര. പക്ഷെ അവിടെ ലങ്കാർ ഫ്രീ ആണ്. അവിടെയും ലങ്കാർ ഫ്രീ ആണ്. ഞാൻ ശ്രദ്ധിച്ച സിക്കാരുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാവർക്കും ഫുഡ് ഫ്രീ. ഫുഡ് ഏത് സമയത്ത് എപ്പോൾ കയറി ചെന്നാലും ഫുഡ് അൺലിമിറ്റഡ് എത്ര ആണോ കൊടുക്കും അവർ. അത് ഭയങ്കര സാധനം തന്നെ. അത് ഇത്രയും വലിയ പൊക്കത്തിൽ അവരത് കൊടുക്കണം വെച്ച് കഴിഞ്ഞാലേ അത് ഭയങ്കര സംഭവം. പിന്നെ അവിടെ ഒരു കിടിലം ഒരു ലേക്ക്, ഒരു കുളമുണ്ട്.
അവിടെ ഇറങ്ങി ഒന്ന് കുളിക്കാനൊക്കെ നോക്കി. പക്ഷെ ഭയങ്കര തണുപ്പ്. ഇറങ്ങിയപ്പോൾ തന്നെ കാലൊക്കെ ഫ്രീസ് ആവണ തണുപ്പ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ ലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്രീസ് ആവും. എല്ലാ സമയത്ത് ഫ്രീസായി, ചിലപ്പോഴൊക്കെ രാത്രിയൊക്കെ ഫ്രീസായിട്ട് അവർ പൊട്ടിച്ചിട്ടാണ് കുളിക്കുന്നത്. ഞാൻ അവിടെ ഇറങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കൈയൊക്കെ അവര് ഷട്ടൊന്നും ഇല്ലാതെ നിൽക്കണ്ട, ഇവർ ഷട്ടൊന്നും ഇല്ലാതെ ഞാൻ നോക്കിയപ്പോൾ ഒരാള് ഒരു കോണാൻ പോലത്തെ സാധനമൊക്കെ കൊടുത്ത് ചാടിയിട്ട് തിരിച്ചു വരും. അപ്പം ഇതായിരുന്നു സംഭവം. അതിനുശേഷം നമ്മൾ ലങ്കാർ കഴിക്കാൻ പോയി. എനിക്ക് അവിടുന്ന് ഇതുവരെ ഈ എൻ്റെ ജേണിയിൽ കിട്ടിയ ഏറ്റവും നല്ല ഫുഡ് ഇതായിരുന്നു. അത് കണ്ടാ തന്നെ അറിയാം. ഒരു കിച്ചടി എന്നാണ് അവർ പറഞ്ഞത്, പക്ഷെ ഭയങ്കര ടേസ്റ്റുള്ള സാധനം. മധുരമാണ് അല്ല, ഒരു കഞ്ഞി പോലത്തെ, അതിന് വലിയ സാധനങ്ങളൊന്നും ഇല്ല, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു ഈ സാധനം. അതായിരുന്നു കിച്ചടി. ഇതിന്റെ തൊട്ടടുത്ത് ഒരു ലക്ഷ്മൺ ടെമ്പിൾ ഉണ്ട്. അത് സിഖുകാരുടെ എല്ലാ ടെമ്പിളിന് ഇതിനകത്തും അടുത്തൊക്കെ ചിലപ്പം ലക്ഷ്മൺ അല്ല ഏതെങ്കിലും ഒരു ടെമ്പിളും കാണാറുണ്ട്. മറ്റേ മണിക്കരനിലും അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു, ഒരു ശിവൻ ടെമ്പിൾ ഉണ്ട്. ഇതിന് തൊട്ടടുത്തൊരു ലക്ഷ്മണന്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇതായിരുന്നു ആ സ്ഥലം. അത് കഴിഞ്ഞ് ഇതിന്റെ തൊട്ടടുത്തൊക്കെ ഉള്ള വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ. കണ്ടോ, ഫുള്ള് ചുറ്റും ഈ സാധനം കണ്ടോ. ഇതാണ് അവരുടെ ലങ്കാറ്. ഇത് പോയിരിക്കണം കേട്ടോ, എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇവിടെ പോകണം. കാര്യം ഇവിടെ അല്ല, ഈ ഹൈ ആൽറ്റിറ്റ്യൂഡ് സ്ഥലത്ത് എവിടെയെങ്കിലും നമ്മൾ പോകണം. ഈ ചുറ്റും മലകളുള്ള ഭയങ്കര രസമാണ്. അവിടെ ഭയങ്കര ഒരു ഫീലാണ്. നമുക്ക് ഈ ക്യാമറയിലൊന്നും ആ ഒരു ഫീല് പറഞ്ഞു തരാൻ പറ്റൂല. നമ്മൾ എത്ര നടന്ന് എത്ര ഇതായാലും നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു, എനിക്കോട് യവന്മാർ രണ്ടുപേരും എന്തായാലും ചെയ്യും, നീ എൻജോയ് ചെയ്യും, പക്ഷെ നടന്ന് എത്തണം. ഇത് ഞാൻ ഇടയ്ക്കൊരു വീഡിയോ എടുത്തായിരുന്നു, അത് ഭയങ്കര. ഇതൊരു താഴെ ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ ആദ്യമായിട്ട് മഞ്ഞ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ തൊട്ടടുത്ത് കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു സാധനം ഞാൻ കയ്യില് ഗ്ലൗസ് ഇല്ലാതെ എടുക്കാൻ പറ്റും, പക്ഷെ ഒരുപാട് സമയം ഹോൾഡ് ചെയ്യാൻ പറ്റും. ഞാൻ എടുത്ത് കുറച്ച് മണല് വൃത്തിയില്ലാത്ത അങ്ങ് അകത്തോട്ട് കയറിയില്ലടാ. കാര്യം എന്റെ അടുത്ത് ഹിമാൻഷു പറഞ്ഞ് അകത്തോട്ട് കയറണ്ട, ഞാൻ കയറി കഴിഞ്ഞാൽ എല്ലാരും വന്ന് കയറും. അതുകൊണ്ട് ഞാൻ നല്ലൊരു ഉത്തമ പൗരനായിട്ട് സൈഡിൽ നിന്ന് കുറച്ച് വാരി അവന്റെ അടുത്ത് കുറച്ച് വാരി ഇങ്ങനെ കൊണ്ടുവരാൻ അവന് പോയില്ല. അവന് ഇതൊക്കെ എല്ലാ ദിവസവും കാണുന്ന ഒരു സാധനം പോലെയാണ് അവൻ. നിങ്ങൾ കാശ്മീരിൽ പോണം കേട്ടോ സീസണിന്. നല്ല ഫ്രഷ് മഞ്ഞാണ്. അങ്ങനെ ഇവിടെ പോയി ഇതെടുത്തോ. ഇത് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇതെന്താ കളക്ഷനോ 2022 പോകുന്നു. അയ്യോ അങ്ങോട്ടൊക്കെ റിസ്കാ. അയ്യോ അയ്യോ, ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ അല്ല, കണ്ടതില് പോയി കഴിഞ്ഞാൽ തീർന്നത്. ഇനി ഒന്നുകൂടെ ഒരു വീഡിയോയിലുണ്ട്, അവിടുത്തെ ഒരു ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ചുമ്മാ എന്നപ്പോഴത്തേക്കും പുറകിൽ പോയി എടുത്തു നോക്കിയതാണ്. ഇങ്ങനെ ഒരു ഗേറ്റ് ഉണ്ട് അവിടെ. അതിന്റെ പുറകിൽ എന്തോ സാധനം കണ്ടപ്പോൾ കൊള്ളാന്ന് തോന്നി. ചുമ്മാ നടന്നു നോക്കിയപ്പോഴത്തേക്കും അവിടുന്ന് ഇങ്ങനെ ആ സാധനം നല്ല രസമുണ്ട്. അത് ഈ ക്യാമറയിൽ അതിൻ്റെ ഒരു സാധനം കിട്ടുന്നില്ല, ഞാൻ അത് ശ്രദ്ധിച്ചു. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഹിമാൻഷു നമ്മളെ തട്ടി ഇറക്കി താഴെ പോകാന്ന് പറഞ്ഞ്, അവിടെയും അന്ന് നേരത്തെ എത്തണം, മഞ്ഞ് കയറുന്നതിന് മുമ്പ് താഴെ ഇറങ്ങാന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി തുടങ്ങി. പിന്നെ ഇടയ്ക്ക് വെച്ചൊരു ഈ ഫോട്ടോ ഇടയ്ക്ക് കയറി പൂവിൻ്റെ ഒക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് 2 സിഖുകാർ വന്നേ. എന്നിട്ട് അവർ പറഞ്ഞ് ഫോട്ടോഗ്രാഫർ ആണെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് യുവമാര് ചിലർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാളൊക്കെ ആയിട്ട് വരും. മറ്റേ ഈ ഒരു കൃപാണല്ലേ, മറ്റേ വലിയ വാള്, മറ്റേ കോടാലി അങ്ങനെയുള്ള സാധനമൊക്കെ ആയിട്ട് വരും. മറ്റേ വയലറ്റുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവർ വിചാരിച്ച് ഞാൻ എന്തോ കിടിലാണെന്ന്. ഇതിലെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ കൊള്ളാം, അവന് ഇഷ്ടപ്പെട്ട്. എൻ്റെ ഒരു ഫോട്ടോ അവൻ്റെ 17 Pro Max ആണ് ഇരിക്കണം. എന്നിട്ട് എൻ്റെ ഫോട്ടോ ക്ലിയർ എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് അതിന്റെ കുറച്ച് ഡിലീറ്റ് ചെയ്ത ഫോട്ടോ ഉണ്ട് എൻ്റെ. യോമോര് എന്നെ വിട്ടില്ലടാ, ഒരു 5 മിനിറ്റ് എന്നെ പിടിച്ച് നിർത്തി ഉള്ള മണ്ടയിലും മഞ്ഞിന്റെ ഇടയിലൊക്കെ ഇട്ട് ഫോട്ടോ എടുപ്പിച്ചിട്ട് കുറെ തന്നെ പിടിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് പോകണം, താഴെ ഹിമാൻഷു വെയിറ്റ് ചെയ്യാണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാ പറഞ്ഞ് തടി തപ്പി. എന്നിട്ട് താഴെ എത്തി. ഞാനും പ്രക്ഷോഭും ശ്രീജും കൊണ്ട് നടക്കുകയാണ്. നടന്നു തുടങ്ങിയപ്പോഴത്തേക്കും തിരിച്ച് നമ്മൾ നടന്നാണ് ഇറങ്ങി കേട്ടാ. മോളിൽ കുതിര തിരിച്ച് നടന്നു. 2100 തിരിച്ചിറങ്ങണമെങ്കിൽ 2000 അല്ല, തിരിച്ചിറങ്ങണ ലാഭം സത്യം പറഞ്ഞാൽ. കുതിര എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം ലാഭം. 3000 രൂപ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങും. നമ്മൾ പറഞ്ഞു ഒരു സൈഡ് മതി, ഒരു സൈഡ് നമുക്കൊരു എക്സ്പീരിയൻസ് ആവും, ഒരു സൈഡ് നടന്നും ബാക്കി സ്ഥലങ്ങൾ ഫുള്ള് കവർ ചെയ്യാമല്ലോ, വന്ന സ്ഥലങ്ങൾ ഫുള്ള് കാണാനും പറ്റുമല്ലോ. ഞാൻ തിരിച്ച് നടന്നു തുടങ്ങി. തിരിച്ച് നടന്ന ഒരു സൈഡിലെത്തിയപ്പോഴേക്കും എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ കുറേ ദിവസമായിട്ട് മലയാളം കേൾക്കണില്ലല്ലോ, എന്തെങ്കിലും ഒരു പാട്ട് ചെറുതായിട്ട് ഇടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോണിൽ ഏതോ ഒരു മലയാളം പാടിട്ട് ഇങ്ങനെ നമ്മൾ 3 പേരും നടന്നപ്പോൾ കയ്യിൽ ഇങ്ങനെ ഫോണിൽ ചെറിയൊരു മലയാളം പാടിട്ടപ്പോഴത്തേക്ക് ഒരാൾ ഇങ്ങനെ അവിടെ ചേട്ടാ മലയാളിയാണോ എന്നും പറഞ്ഞൊരു പയ്യൻ വന്നു. പറഞ്ഞ അതെ എനിക്കൊട്ടും വയ്യാട്ടാ, ഒറ്റയേ ഉള്ളൂ, ഒട്ടും വയ്യാട്ടാ എനിക്ക് ഒട്ടും വയ്യ. സ്കൂൾ കോളേജ് പഠിക്കുന്ന പയ്യൻ.
ഒട്ടും വയ്യ, എന്നെയും കൂടി ഒന്ന് കൊണ്ടുപോകും. ഞാൻ എന്നെ ഒന്ന് നോക്കുമെന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞു. പല പാവ മലയാളിയല്ലേ. അപ്പോൾ അവിടെ നിന്ന് ഹിമാൻഷ് പാടെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കല് പറഞ്ഞ് വരാം, നമ്മളുടെ നാട്ടിലെ പയ്യനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് തുടങ്ങി. അപ്പം അവൻ ഒറ്റയ്ക്ക് വന്നതാണ്, സോളോ അടിച്ചതാണ്. സോളോ അടിച്ച് എനിക്ക് തോന്നുന്നു AMC അടിച്ച്, ഈ ഭയങ്കര ആറ്റിറ്റ്യൂഡ് അല്ലേ, AMC അടിച്ചിട്ട് വയ്യ അവനൊട്ടും. അവൻ ഭയങ്കരമായിട്ട് തല ഇറങ്ങണ്, ഒരു നോസിയോ അല്ല സാധനം അടിച്ചു തുടങ്ങി. അങ്ങനെ നമ്മൾ പറഞ്ഞ് പാടാ നമുക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് നടത്തി ഒരിടത്തിയപ്പോൾ വീണ്ടും ഒട്ടും വയ്യ. എന്നിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവൻ ആകെ ഒരു ടീഷർട്ട്, അതിൻ്റെ മേലൊരു റെയിൻ കോട്ട് എടുത്തൊരു സാധനം, അത് രണ്ടു വിട്ടാണ് അവൻ വന്നത്. ഇതിൻ്റെ കൊണ്ടേ നമ്മൾ 3 ലെയർ വിട്ട് അതിൻ്റെ ഉള്ളിൽ കോട്ട് ഇട്ടാണ് പറഞ്ഞത്. അല്ല, എൻ്റെ കോട്ട് കളഞ്ഞു. എൻ്റെ ഒരു വുഡ്ലാൻഡ് ജാക്കറ്റ് ഉണ്ട്, അതോടെ പോയി കളഞ്ഞു. ഞാൻ ഒരു 3 ലെയർ ഇട്ടുണ്ടെന്നാലും ഫ്ലീസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അവൻ ഇതിട്ട് കിടുങ്ങണ്. പിന്നെ ഷിജു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിജു അങ്ങേരുടെ ഫ്ലീസ് ഊരി കൊടുത്ത്, അങ്ങേർക്ക് വേറൊരു കോട്ടുള്ളതുകൊണ്ട് ഫ്ലീസ് ഊരി കൊടുത്ത് അവനെ കൊണ്ട് ഇടിച്ച് വീണ്ടും നടന്ന് താഴെ എത്തി ഒരു ഇടത്ത് ചായ വാങ്ങിച്ചു കൊടുത്തു. ചായ വാങ്ങിച്ചു കൊടുത്തിട്ട് ഒരു ക്രോസിനും കൊടുത്തു, തലവേദന ഉണ്ടെന്ന് പറഞ്ഞ് ക്രോസിനും കൊടുത്തിട്ട് അപ്പോൾ തന്നെ വാളും കഴിഞ്ഞോ അന്യായ വാളും പാവം പയ്യൻ. പഞ്ചായത്ത് ഫുള്ള് വാള്. എന്നിട്ട് വാള് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വാള്, ഞാൻ കൊടുവാള്. എനിക്ക് വാള് കാണുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റും. ബാക്കി രണ്ടുപേരും പാവം വിചാരിക്കണം ഞാൻ എന്തോ ഓടണം. ഇതുകൊണ്ട് ഞാൻ ഇങ്ങനെ വായൊക്കെ എനിക്ക് ഇങ്ങനെ നമുക്ക് വാള് വരുന്ന സമയത്ത് ഈ മണ്ടയൊക്കെ എരിയും, ഈ കണ്ണൊക്കെ ഇങ്ങനെ ആയിട്ട് അങ്ങനൊരു സാധനം. പിന്നെ ഞാൻ ഒരു സൈഡിൽ പോയി ഇങ്ങനെ കണ്ണൊക്കെ അടച്ചിരുന്നു. അപ്പൊ ഇവർ രണ്ടും ഓർക്കാനും വരും. അതെ. എന്നിട്ട് അവൻ സെറ്റായി, ഒരു വയ്യ മനസ്സിലായി. എന്നിട്ട് നമ്മൾ വിചാരിച്ച് അവനെ ഒരു കുതിരേനെ വണ്ടേ കയറ്റി താഴെ വിടാം. അപ്പോൾ ഇവൻ്റെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഇല്ല. നമ്മൾ പറഞ്ഞ് കുഴപ്പമില്ല, നമ്മൾ ആരെങ്കിലും കാശ് കൊടുക്കാം, നീ കയറി പോയിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഒരു കുതിരക്കാരനും നിർത്തണില്ല. തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും മുട, ഒരുത്തരും നിർത്തണില്ല. പിന്നെ അവനെ കൊണ്ട് കുറേയൊക്കെ നടത്തിച്ച് താഴെ അവസാനം ഏതോ ഒരു കുതിരയെ കെട്ടി അതിൽ കയറ്റി പയ്യനെ താഴെ ഇറക്കി വിട്ട് ഷിജുവിൻ്റെ ഫ്ലീസും പോയി. അത് ഇട്ടൊക്കെ അല്ല അവൻ വയ്യ. എന്നിട്ട് നമ്മൾ തന്നെ കുതിരക്കാരൻ്റെ കാശ് കൊടുത്ത് താഴെ എത്തിക്കണേന്ന് പറഞ്ഞ് അവ അന്ന് പോയി. പക്ഷേ നമ്മൾ ആലോചിച്ചു, സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി റിസർച്ച് ചെയ്തിട്ട് പോകണം ഈ സാധനങ്ങളിലൊക്കെ. അവന് ഇവിടെയും പോകാൻ പറ്റിയില്ല, വാല്യൂ ഫ്ലവേഴ്സിലൊന്നും പോകാൻ പറ്റില്ല, ഒറ്റ മൈൻഡിൽ വന്നതാണ്. പക്ഷെ അവൻ ഇതിന് പോയിട്ടുണ്ടെന്ന് തോന്നണം. പക്ഷേ ഇത്രയും ഇതിൽ ആദ്യമായിട്ടാണെന്ന് തോന്നണം. കുറേ സാധനങ്ങൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ വെച്ച് കണ്ടെന്നാ, ഇല്ലെങ്കിൽ എനിക്ക് വേണം എവിടെയെങ്കിലും അവൻ്റെ വീഡിയോ എൻ്റെ ഉണ്ട്. പക്ഷെ ഞാൻ ഇടണില്ല, അതൊരു ആളിനെ കാണിക്കണം. വിളിച്ച് മെസ്സേജ് ഒക്കെ അയച്ചു, രാത്രി താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഒക്കെ അയച്ച്. അവൻ ഗുരുദ്വാരയിലാണ് കിടന്നു വന്നത്. ഗുരുദ്വാരയിലായിരുന്നു അവൻ്റെ അക്കോമഡേഷൻ. എന്നിട്ട് പിറ്റേന്ന് എന്തോ ഷിജുവിന് രാത്രി പ്ലീസ് വേണം, തണുപ്പ്. മെസ്സേജ് അയച്ചിട്ട് ഫോൺ എടുത്തിട്ട് എടുക്കല്ല, അയ്യോ പ്ലീസ് പോയല്ലോ. അങ്ങനെ അന്ന് അവിടെ എത്തി. പിറ്റേന്ന് രാവിലെ നമ്മൾ ഹെലികോപ്റ്ററിൽ പോകാനുള്ള പ്ലാൻ നടക്കണില്ല, കാര്യം ഹെലികോപ്റ്ററിൻ്റെ കോൺടാക്ട് ഒന്നും കിട്ടണില്ല, അത് എടുക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ നടക്കാമെന്ന് പറഞ്ഞ് നടന്നു തുടങ്ങി. അപ്പോൾ രാവിലെ മെസ്സേജ് അയച്ച് അവൻ കുതിരപ്പുറത്ത് പോവാന്ന് പറഞ്ഞിട്ട് അവൻ കുതിരപ്പുറത്ത് തന്നെ താഴോട്ടും പോകണം, അവനെ കിട്ടി. അവൻ രാവിലെ ഒന്ന് കണ്ട് ഫ്ലീസൊക്കെ തന്ന് കുതിരപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പിന്നെ വേറൊരു കുതിരക്കാരനെ സംസാരിച്ച്. അപ്പം നമ്മൾ പറഞ്ഞ് ഇത്ര പൈസ കൊണ്ടുപോ, വയ്യാത്തൊരു പയ്യനല്ലേ. പിറ്റേന്ന് അപ്പോഴത്തേക്കും കുതിരക്കാരൻ പറഞ്ഞു എങ്കിൽ നിങ്ങളതാ. അതെന്താ അവരെ കയറ്റി അവർ താഴെ എത്തി. കുതിര താഴോട്ട് 1600 ചോദിച്ച് നമ്മൾ 1300 പറഞ്ഞ. അപ്പൊ 300 മാത്രമേ കേട്ടുള്ളൂ. അപ്പോൾ അവയില്ല, നമ്മൾ മീൻ വാങ്ങാൻ ചെന്നിട്ട് 1000 രൂപ മീനിന് 100 രൂപ പറയുമ്പോഴത്തേക്കും അവർ ചീത്ത വിളിക്കില്ലേ, ആ ലെവലായിരുന്നു. 300 അവൻ 300 കേട്ടോളൂ. 300 രൂപ 300 1000 or 300. അപ്പൊ പിന്നെ അത് കയറ്റി അതിനെ കൊണ്ട് അവൻ മെസ്സേജൊക്കെ അയച്ച് എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. പക്ഷെ പാവം പയ്യെ ഒറ്റയ്ക്കായിരുന്നു. അവൻ തിരുവനന്തപുരത്തെ കൊള്ളാൻ. ഐഡന്റിറ്റി അവൻ വെളിപ്പെടുത്തുന്നില്ല. ശ്രീകാന്ത് പറഞ്ഞ ആ സ്ഥലം പറഞ്ഞാൽ തന്നെ അവന് പാവം പയ്യെ. പക്ഷെ ഒറ്റയ്ക്ക് വന്നിട്ട് ഇതേപോലുള്ള പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി കോഷ്യസ് ആയിരിക്കണം കുറെ കാര്യങ്ങളിൽ. അല്ലെങ്കിൽ നമ്മൾ അവിടെയൊക്കെ വീണ് കഴിഞ്ഞാൽ പെട്ടുപോകും. ഇപ്പം നമ്മളിപ്പോ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും കുറച്ചുകൂടി നല്ല വീക്കായിരുന്നു, എവിടെയെങ്കിലും വീഴും. നമ്മൾ കുറെ നട്ട്സ് ഒക്കെ കൊടുത്തു, അവന് നട്ട്സ് കൊടുത്ത് നമ്മൾ കുറെ നട്ട്സ് ഒക്കെ കൊണ്ടുവരും, അതൊക്കെ കൊടുത്ത് കഴിച്ച്. എന്നാലും ചിലപ്പം അതാ പ്രശ്നം. അപ്പം അത് കുറച്ചും കൂടി നിങ്ങൾ സോളോ പോകുമ്പോൾ കുറച്ചുകൂടി കോഷ്യസ് ആയിരിക്കണം. ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. കുറച്ച് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ ഇപ്പൊ ചാറ്റ് GPT ഉണ്ട്, നെറ്റ് ഉണ്ട്. പണ്ടത്തെ പോലെയൊന്നുമല്ല, ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ലെയറിങ് തന്നെ കറക്റ്റ് ചെയ്താൽ തന്നെ നമ്മൾ ബോഡി കുറച്ചും കൂടി ഇതാവും. അല്ലെങ്കിൽ തണുത്ത സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഭയങ്കര വീക്കാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിറ്റേന്ന് രാവിലെ തിരിച്ചിറങ്ങണൊക്കെ സത്യം പറഞ്ഞാൽ എളുപ്പമായിരുന്നു. ഗാംഗ്ര തിരിച്ചിറങ്ങാൻ നല്ല എളുപ്പമായിരുന്നു. തിരിച്ചു പോയപ്പോഴത്തേക്ക് ഈ കുറേ എണ്ണം ഉണ്ടല്ലോ ഈ പൊതുശല്യങ്ങൾ.
വലിയ സ്പീക്കറൊക്കെ ഇട്ട് അതവിടെ ഉണ്ടല്ലേ? അവിടെ ഒരുത്തം ഉണ്ടായിരുന്നു, കുറെ പാട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു എവിടെയും വീണാ എന്തൊക്കെയാ, കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വീണു. അപ്പൊ മറ്റവന്മാർ എന്നെ ഞാൻ നോക്കി, ഒരുത്ത വീണടാ, ഒരുത്ത വീണു, ഇവിടെയൊക്കെ ചെളിയായി, ഇവിടെയൊക്കെ മുറിഞ്ഞ് ഒരിടത്തിരിക്കണം. പാവം അത്രയും വേണ്ടായിരുന്നു, ചെറുതായിട്ട് ഇത് വീണെന്നെങ്കിൽ എന്നേ പറഞ്ഞോളൂ. പക്ഷെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരിടത്ത് സൈഡായി. പിന്നെ കുറെ ഇതിലും ഞാനിപ്പോ പൊടിക്കൊച്ചു ഇത്രയുള്ള കൊച്ചുങ്ങളെ കൊണ്ടുവരും ആൾക്കാര് കുതിരപ്പുറത്തൊക്കെ. പിന്നെ കുറെ അമ്മച്ചിമാർ, നല്ല പ്രായമുള്ള ആൾക്കാര്. പിന്നെ വാല്യൂ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു സീൻ ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അതായത് നല്ല പ്രായം, ഒരു 15 വയസ്സ് ഒരാള് ഇങ്ങനെ മറ്റേ ചൂരലിലെ കുട്ട വെച്ചിട്ട് ഒരു നല്ല പ്രായമുള്ള വേറൊരാള്, 10 പ്രായമൊന്നുമില്ല, ഒരു 50 അടുപ്പിച്ചൊരു ലേഡി. അവരൊക്കെ ഒരു 10-65 കിലോ ഒക്കെ വരും. അവരെയും തൂക്കിക്കൊണ്ട് ആ വാല്യൂ ഫ്ലവേഴ്സ് ഇറങ്ങണ്ടാങ്ങിയത് ഒറ്റയ്ക്ക്. അങ്ങനെയൊക്കെ 15 വയസ്സുണ്ട്. അങ്ങനെ ഒരു അത്യാവശ്യം സൈസുള്ള ഒരാളിനെ ഇങ്ങനെ ഇറക്കണം ഫുള്ള്. നമ്മൾ ആലോചിച്ചു, നമ്മൾ ഒറ്റയ്ക്ക് ഇതുവരെ മുകളിൽ കയറിയിട്ട് താഴെ തന്നെ നമ്മൾ തളരണം. പക്ഷെ അവർക്ക് ആരോഗ്യം കാണും, ബട്ട് സ്റ്റിൽ അല്ല. പക്ഷെ അത് മറ്റവരുടെ ഒരു വയ്യ, അവർക്ക് വയ്യ. പക്ഷെ അങ്ങനെ ഇറങ്ങണം. കാര്യം വാല്യൂ ഫ്ലവേഴ്സിലോട്ട് കുതിര പോകില്ല. അവിടെ ഇതേപോലെ എന്തെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ. അവിടെ എനിക്കണം ആരെങ്കിലും വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും എടുത്തുകൊണ്ട് പോകണം. പക്ഷെ ഇവർക്ക് ഭയങ്കര ആരോഗ്യമാണ് കേട്ടോ. ഈ ഷെയർപാസ് പോലത്തെ ആൾക്കാരില്ലേ, ഇവര് നമ്മളുടെയൊക്കെ ഞാൻ നോക്കിയപ്പം കുറെ പെട്ടിയൊക്കെ ഇതേപോലെ എടുത്ത് അവര് ചുമ്മാ സ്ലിപ്പറൊക്കെ ഇട്ടുകൊണ്ട് പോകും. പക്ഷെ എനിക്ക് അത്രയും പ്രായമായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് തോന്നുമ്പോൾ തോന്നും. പിന്നെ ഗാംഗിനെ തിരിച്ചിറങ്ങാനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു നമുക്ക്. കാര്യം ഈ ഡിസെന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി, അത് വലിയ പ്രശ്നമില്ലായിരുന്നു. നമ്മളവിടെ എത്തി. അന്ന് തന്നെ നമുക്ക് ബദ്രിനാഥ് പോകണമെന്ന് പറഞ്ഞു. ഇല്ല, ബദ്രിനാഥ് പോയിട്ടില്ല. ബദ്രിനാഥ് പോയി. ബദ്രിനാഥ് നല്ല രസമുള്ളൊരു സ്ഥലം. ബദ്രിനാഥ് പോയി. ബദ്രിനാഥിലാണ് മറ്റേ ഇതുള്ളത്, മറ്റേ ശങ്കരാചാര്യർ എന്തോ സെറ്റപ്പ് ചെയ്തിട്ട് 1200 വർഷമായിട്ട് അവിടുത്തെ ചീഫ് പ്രീസ്റ്റ് മലയാളിയാണെന്നാണ് പറയപ്പെടുന്നത്. കാസർഗോഡ് എന്തോ ഉള്ളത്. അങ്ങനെയാണ് ഞാൻ വായിച്ചത്. സിനിമയില് അതുപോലൊരു സ്ഥലം. അവിടെ എത്തിയപ്പോഴത്തേക്കും ഹിമാൻഷു അങ്ങനെ അവിടെ പോയി. ബാക്കിയുള്ളവർക്ക് കൂടുതൽ എല്ലാവരും ഭയങ്കര ഭക്തിയാണ്, ഞാൻ ശ്രദ്ധിച്ച്. അപ്പൊ ഞാൻ ഇങ്ങനെ വഴിയെ പോയി ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും ഹിമാൻഷു വിളിച്ചിട്ട് ഒരു സ്വാമി അവിടെ നിൽപ്പുണ്ട്. അപ്പൊ സ്വാമി നമ്മളെ കൊണ്ട് മറ്റേ ഇത് വരപ്പിച്ചു തരും. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ എല്ലാം വരപ്പിക്കും, ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, അത് ഞാൻ ചെയ്യൂല, ഞാൻ അങ്ങനെ അമ്പലത്തിൽ പോലും എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൻ കൊണ്ട് വരപ്പിച്ച് രസമായിരുന്നു. ഒരു ഫുള്ള് ആദ്യം ചന്ദനായിട്ടിട്ട് ഒരു എംബ്ലം, അതിൽ കുറെ സാധനമൊക്കെ വെച്ച് കുത്തി കുറെ സാധനമൊക്കെ വരച്ച് തന്ന്, ഇത് ബാലയ്യ പോലെ അകണ്ടേല ഏകദേശം അതുപോലെ ഒരു അത് അടിച്ച് അവിടെ അതൊക്കെ അടിച്ചിരുന്നായിരുന്നു നമ്മള്. അതൊക്കെ അടിച്ച് മുകളിൽ കയറി അമ്പലത്തിലെ കുറച്ചു നേരം കറങ്ങി കിടന്ന് തിരിച്ചു വന്നിട്ട് അവിടെ നോക്കിയപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നു കുറെ ആൾക്കാർ. അപ്പൊ അതിന്റെ ഞാൻ പോയി ക്രിക്കറ്റ് കളിച്ചേ. ഞാൻ പോയി കളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അവര് നല്ല ആൾക്കാരുടെ അവിടത്തേക്ക് പഹാഡിലെ ആൾക്കാരൊക്കെ ഭയങ്കര, എനിക്ക് തോന്നുന്നത് അവർക്ക് പൈസയോട് വലിയ ആർത്തിയില്ല. വേണമെങ്കിൽ ഈ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ കുതിരപ്പുറത്ത് പോണേന് കണ്ണു അടച്ച ആൾക്കാർ നല്ല പൈസ കൊടുക്കും. അവർ വലിയ ആർത്തിയൊന്നും വെച്ചിട്ടില്ല. പിന്നെ വണ്ടിക്കാരൊക്കെ ആണെങ്കിലും പഹാഡിൽ വലിയ ആർത്തിയില്ല. ഈ ഇവിടെ ക്രിക്കറ്റ് കളിച്ചിട്ടെന്ന് വെച്ചാൽ എന്താ എറിഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് തരും. പക്ഷെ 2 ബോൾ എറിയുമ്പോൾ തന്നെ നമ്മള് തളർന്നു പോകും. കാര്യം ഈ ഹൈ ആൽറ്റിറ്റ്യൂഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് അവരെ പോലെ ബ്രീത്ത് കിട്ടൂല. അപ്പൊ അതൊക്കെ വേണം ചെയ്യാനില്ല. പെട്ടെന്നോട്ടും ചെയ്ത് കഴിഞ്ഞാൽ അവരൊക്കെ പറ്റും, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഴും എന്ന് എനിക്ക് തോന്നി. പിന്നെ അവിടെ നിന്ന് തന്നെ മന വില്ലേജ് പോയി. തൊട്ടടുത്താണ് മറ്റേ ഇന്ത്യാസ് ലാസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് വില്ലേജ് എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്ന് ഒരു വണ്ടി എടുത്ത് പോകാൻ പറ്റും. 30 രൂപയേ ഉള്ളൂ. ഭയങ്കര കിട്ടുന്ന സ്ഥലം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെയാണ് സരസ്വതിയുടെ ഇത് കാണാൻ പറ്റും നമുക്ക്. സരസ്വതി നദി അവിടെ ഒരു കല്ലിട എന്ന് ഇങ്ങനെ പറഞ്ഞ കാണാൻ പറ്റും. അവിടെ തന്നെ സരസ്വതി ഒരു അമ്പലമുണ്ട്, വ്യാസന്റെ ഒരു പ്രതിമ ഉണ്ട്. പിന്നെ അവിടെ തന്നെയാണ് ഈ പഞ്ചപാണ്ഡവര് ഉണ്ട്. അപ്പൊ ഒരു ഇത് കണ്ട് ഞാൻ പോയി ചോദിച്ചു ഇത് മറ്റേ അങ്ങേരാണെന്ന് ചോദിച്ചു. ബ്രഹ്മാവ്, പക്ഷെ ബ്രഹ്മാവല്ല, അത് വ്യാസനാണ്. താടിയുണ്ട് 2 പേർക്കും. ബ്രഹ്മാവിനും 3 തലയും കൂടെ വരും. ഞാൻ ഒരു സരസ്വതി ഉള്ളത് കൊണ്ട് ചിലപ്പം ബ്രഹ്മാവായിരിക്കുമല്ലോ. അപ്പൊ അല്ല, വ്യാസനാണെന്നാണ് പറഞ്ഞത്. പിന്നെ നോക്കുമ്പോ അവിടെ തന്നെ മറ്റേ ഈ പാണ്ഡവര് 5 പേരുടെയും ഒരു പട്ടിയുടെയും പിന്നെ പാഞ്ചാലിയുടെയും ഒരിതുണ്ട്. അവര് നടക്കുമല്ലോ, അവര് അതൊക്കെ ഞാൻ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതായത് അവര് വിഗ്രഹം വെച്ചിട്ടുണ്ട്. അതായത് ഇവര് അടിയെ കഴിയുമ്പോഴാണല്ലോ അവർക്ക് മനസ്സിലാവണത് യുദ്ധമൊന്നും ഒന്നിനും ശാശ്വതമല്ല, പരിഹാരമല്ല. നമ്മളുടെ കാലനാണ്, യുധിഷ്ഠിരന്റെ കാലനാണ്. എന്നിട്ട് ഇവരെല്ലാരും വഴിയിൽ വീഴും ഓരോരുത്തരായിട്ട്. എന്നിട്ട് അവസാനം കാലനും യുധിഷ്ഠിരന് മാത്രമാവും. അപ്പോഴത്തേക്കും യുധിഷ്ഠിരന്റെ അടുത്ത്
മറ്റേ ഇവിടെ കയറാൻ പറയും ഡയറക്റ്റ് സ്വർഗത്തിൽ കയറാം. പക്ഷെ അങ്ങനെ കയറൂല, ബന്ധുക്കളാരും അവിടെ കാണൂല. ബാക്കി അവരെല്ലാരും നരകത്തിലാ, പാതാളത്തിലായിരിക്കും. അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്കും മറ്റേ കർണനെ കണ്ടാണ് അവിടെ എന്തോ ഭയങ്കര ഇതിൽ പൊസിഷൻ നിൽക്കണം. പിന്നെ പുള്ളിക്ക് ഞാൻ പറയും എന്തോ സഹോദരങ്ങളില്ലാത്തതുകൊണ്ട് അവിടെ പോണ്ട അങ്ങനെ പറഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് എല്ലാരെയും അവിടെ കൊണ്ടുപോയി. പിന്നെ ഇതിൽ വേറെ സാധനമുണ്ട്, പട്ടിയെ കയറ്റൂല അവര്. പട്ടിയെ കയറാതെ അങ്ങനെ കയറൂല എന്ന് പറയും. അത് ഇതായിരുന്നു അവരുടെ പരീക്ഷണം. പക്ഷേ കാണൂലേ നമ്മള് മറ്റേ ഇന്റർവ്യൂവിന്റെ ഫ്രണ്ടില് മറ്റേ വേഷം മാറി തൂപ്പുകാരനായിട്ട് ആൾക്കാർ നിന്നിട്ട് മുതലാളി തൂത്തോണ്ടിരിക്കും. അതുപോലെ മനസ്സിലായി, ദൈവം വേഷം മാറി വന്ന പരീക്ഷ. കാലൻ പട്ടിയായിട്ട് വന്നിട്ട് കയറ്റൂല അകത്തോട്ട്. പട്ടിയെ കയറ്റില്ല. അപ്പൊ ഇങ്ങനെ പറയും പട്ടിയെ കയറ്റില്ലെങ്കിൽ ഞാനും കയറില്ല എന്ന് പറയുമ്പോൾ നീ പരീക്ഷണം ജയിച്ചെന്ന് പറഞ്ഞ് രണ്ടുപേരെയും കയറ്റി. അങ്ങനെ അവിടെ പിന്നെ മാന വില്ലേജിന്റെ മുകളില് ഒരു ചായക്കടയിൽ കയറി ചായ കുടിച്ചു. ഭയങ്കര കിട്ടുള്ള ചായ, ഭയങ്കര ടേസ്റ്റ് ഉള്ള ചായ. നിങ്ങൾ മാന വില്ലേജ് ചായയാണോ? നോർമൽ ചായ, ഭയങ്കര ടേസ്റ്റ്. അവിടെ ചീനിക്കം നമ്മൾ എല്ലായിടത്തും പറഞ്ഞില്ല, ഇവിടുത്തെ പോലെ ഒന്നുമല്ല. അവിടെ കുറുക്കിയാണ് തരണം, കുറുക്കി തരും, ഒരു രക്ഷയില്ല. നാട്ടിൽ തുടങ്ങുമ്പോ തന്നെ നോൺ വെജ് നിങ്ങൾ കഴിച്ചില്ലേ? ഈ 8-9 ദിവസമായി ഇല്ല. പഹാഡി ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇതിനിടയ്ക്ക് ഒരു പ്രായമുള്ള മനുഷ്യൻ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു, കേരളത്തിൽ വരണം ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു കേരളത്തിൽ എന്താ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ കുറെ പറഞ്ഞു. എന്നിട്ട് അവസാനം ഞാൻ പറഞ്ഞു പൊറോട്ട കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഷിജു എന്നെ ഇങ്ങനെ നോക്കി, പൊറോട്ടയുടെ ഫുൾ എസൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടൂല ഇങ്ങനെ പറഞ്ഞപ്പോൾ ഷിജു ഞാൻ പൊറോട്ട ബീഫ് എന്നല്ല പറയാറില്ല. ഈ കൂട്ടത്തിൽ ഒരാൾ ജയിനാണ്. അവരാണെങ്കിൽ എന്നും അമ്മച്ചി മറ്റേ ഫുഡ് ഉണ്ടാക്കുന്ന അമ്മച്ചിയുടെ അടിയാണ്. കാര്യം അവർക്ക് ഭൂമിയിൽ അടി എന്നുള്ള സാധനം തിന്നൂടാ. പക്ഷെ അവർ ഉരുളക്കിഴങ്ങ് കഴിക്കുന്നുണ്ട്. അവർക്ക് പ്യാസ് ഇടണ്ടെന്ന് പറയും. സവാള വെളുത്തുള്ളിയൊക്കെ കഴിക്കൂല, അങ്ങനെ അവര് ഡെയിലി അടി. അല്ല അവര് കിഴങ്ങും കഴിക്കൂല, ജൈൻ എന്തോ അവര് കഴിക്കണില്ല. അവര് ജൈൻ അല്ലാന്ന് തോന്നും. എനിക്കോട് കൃഷ്ണന്റെ മറ്റേ സാധനം ഇല്ലേ, ഹരേ രാമ സാധനം, അങ്ങനെ എന്തോ ഒരു സാധനം. അങ്ങനെ മൊത്തത്തില് ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ പ്രത്യേകം ഫുഡ് വേണം, അതൊന്നും നടക്കും തോന്നില്ല. നോൺ വെജ് കിട്ടൂല. എനിക്കൊരു മുട്ടയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്റെ വയറിന് വയ്യ. എന്റെ വയറില്ല, മുട്ടയില്ല, ഇല്ല, ഒന്നുമില്ല. നമ്മളിങ്ങനെ ആലോചിച്ച് എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ മുട്ട. ഒരു കോഴി വളർത്താൻ പറ്റാത്തോണ്ടായിരിക്കും അവരൊന്നും തിന്നലടാ. എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഉരുളക്കിഴങ്ങ് തൊലിച്ചത്, അവിച്ചത്, ചെത്തിയത്, നനച്ചത്, പ്രോട്ടീൻ ഇല്ല, ഫുള്ളി സ്റ്റാർച്ച്. ഉച്ചയ്ക്ക് ഒരു ദിവസം ചോറ് കിട്ടി. ചോറ് ഇങ്ങനെ തിന്നപ്പോഴത്തേക്കും അതിൽ 2 കഷ്ണം അവിച്ചത് ഉരുളക്കിഴങ്ങ്. ചോറിലേക്കാളും കൂടുതൽ ഉരുളക്കിഴങ്ങിനെ പുറത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉരുളക്കിഴങ്ങ് ഇപ്പൊ കണ്ണതിരെ കാണുമ്പോഴത്തേക്കും, ഇന്ന് രാവിലെ വീട്ടിൽ ഉരുളക്കിഴങ്ങും ചപ്പാത്തിയായിരുന്നു. എനിക്ക് കണ്ടപ്പോ തന്നെ ഇങ്ങനെ പഹാടി ഓർമ്മകൾ വന്ന്. എന്നിട്ട് നമ്മള് പിന്നെ ഇവിടെ നേരെ പോയി, നമ്മൾ അവിടെ ഒരു ദിവസം നിന്ന് അതിനുശേഷം നമ്മൾ ഇവിടെ പോയി ഋഷികേശിൽ പോയി തപോവനിലൊരു സ്റ്റേ എടുത്തായിരുന്നു. ബാക്കി ഞാൻ ഒരു ദിവസം എക്സ്ട്രാ ഇട്ടുണ്ടായിരുന്നു. കാര്യം അവർ പറഞ്ഞു ഇവിടെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും പോണ വഴിക്കൊക്കെ മഴ പെയ്തു തുടങ്ങുന്ന സമയമായി. അപ്പം റോഡ് ബ്ലോക്ക് ആവും, അപ്പോൾ ചിലപ്പോൾ ഫ്ലൈറ്റ് മിസ്സാവും. ഒരു ദിവസം ഞാൻ കൂടുതൽ എക്സ്ട്രാ ഇട്ടുണ്ടായിരുന്നു എടുക്ക്. എന്നിട്ട് പക്ഷേ മഴയൊന്നും പെയ്തില്ല, പ്രശ്നമൊന്നും ഉണ്ടായില്ല. എന്നിട്ട് നമ്മൾ ഒരു ദിവസം തപോവനിൽ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ചിക്കൻ എന്തെങ്കിലും തിന്നണം. തപോവനിൽ കിട്ടണില്ല. തപോവനിലൊക്കെ ചെന്ന് ചിക്കൻ നോക്കുമ്പോഴത്തേക്ക് അവര് തപോവൻ എന്ന് പറയുമ്പോൾ എന്തോ, തപോവൻ എന്ന് പറയുമ്പോ അവിടെ ചെന്ന് ചിക്കൻ ചോദിക്കുന്നത് മോശമല്ലേ? ആ പേര് കേൾക്കുമ്പോ തന്നെ ഞാൻ ചിക്കൻ ചോദിക്കില്ല. വയ്യ, കുറച്ചു ദിവസം ആയടാ. നമുക്ക് എന്തോ ഒരു സാധനം ഇങ്ങനെ വരണത്. ഇപ്പൊ ഞാൻ ആലോചിച്ചു ഇവരൊക്കെ എന്ത് തിന്നണത്. ഇടയ്ക്ക് വെച്ചിട്ട് മോമോസ് എന്നിട്ട് അവര് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് ഉമ്മ എന്നൊക്കെ ആക്കണുണ്ട്. എനിക്കാണെങ്കിൽ ചവറ് കടിച്ച പോലെ ഉണ്ട്. ചിക്കൻ മോമോസ് ഒക്കെ കഴിക്കുന്ന ടേസ്റ്റും. നിങ്ങളെ വെജിറ്റേറിയൻസിന് നമ്മൾ ഇത് പറയണല്ല. പക്ഷെ നമുക്കേ മാത്രമല്ല, നമുക്ക് ബോഡി അത് വേണം. എനിക്ക് രാവിലെ തൊട്ട് കക്കൂസ് ഈ സാധനങ്ങളെല്ലാം തിന്നിട്ട് ഞാൻ പുറത്തുനിന്നൊന്നും ഫുഡ് കഴിക്കാനില്ല. ആകെ ഇത് മാത്രമേ കഴിക്കണുള്ളൂ. നല്ല വെള്ളമാണ് കഴിക്കുന്നത്. എന്നിട്ടും എനിക്ക് വയറിന് പിടിക്കാനില്ല. ഒരു 7-10 തവണ എനിക്ക് വാഷ്റൂമിൽ പോകണം. ഞാൻ ഇവിടെ വന്നിട്ട് ഉള്ള ഹോട്ടലിൽ നിന്നൊക്കെ ചിക്കനും എല്ലാം തിന്ന്. എനിക്ക് ഒരു പ്രശ്നമില്ലല്ലോ. രാവിലെ ഒരു തവണ പോയാൽ മതി. എൻ്റെ വയറെനിക്ക് തോന്നുന്നു ചോറും ചിക്കനും മീനും ഇല്ലാതെ എനിക്ക് മീനിൻ്റെ ഒരു മണമെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥ വന്നു 4ാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ. അങ്ങനത്തെ ഒരു അവസ്ഥ. ഈ ആല് തിന്ന് വയ്യ. നിങ്ങൾ വെജിറ്റേറിയൻസിന് ഞാൻ ഇത് പറയണതല്ല, പക്ഷേ എനിക്കെന്തോ പറ്റുന്നില്ല. 4ാം ദിവസമൊക്കെ സഞ്ചാരമൊക്കെ എടുക്കണം ഞാൻ. എന്നിട്ട് തപോവനിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ബിയർ ഷോപ്പ് ഒരു സാധനം കണ്ട് മാപ്പിൽ നോക്കിയപ്പോൾ. ഒരാളുടെ ചോദിച്ചപ്പോൾ അങ്ങനെ ഇല്ല, ഇതിന്റെ 3.5 കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങൾക്ക് മദ്യവും ഇതൊന്നും കിട്ടില്ലെന്ന് പറഞ്ഞു. മദ്യവും ചിക്കനും ഒന്നും കിട്ടില്ല. അപ്പൊ ഞാൻ മാപ്പ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് തൊട്ടടുത്ത് 350 വീട്ടിൽ ഒരു ബാർ വിളിക്കുന്ന സെറ്റപ്പ്. ബാറാണെങ്കിൽ എന്തായാലും അവിടെ ചിക്കൻ കിട്ടുമല്ലോ. അങ്ങനെ പോയി.
ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ ബിയർ ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ്. അവിടെ ഫ്രഞ്ച് ഫ്രൈസും വെഡ്ജസേ ഉള്ളൂ. വെജിറ്റേറിയൻ ബാർ ഒരു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ചിക്കൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോ അങ്ങേര് പറഞ്ഞു ഓർഡർ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് അവിടെ ഓർഡർ കൊടുത്ത് വേറെ എവിടുന്നോ വരുത്തി തന്നു. നല്ല പൈസ ആവുമല്ലോ. കുഴപ്പമില്ല, പൈസ ഒന്നും നോക്കില്ലട്ടാ, ഭാര്യ എറിഞ്ഞു. അല്ല ഇത് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോസസ്സിൽ കൂടെ നടന്നു വരുന്ന ചിക്കൻ അല്ലേ? അതെ, നമുക്ക് കിട്ടിയത് ചിക്കന്റെ ഒരു കെബാബ് കിട്ടി, പിന്നെ ഈ ചിറക് അതേപോലെ ചുട്ട് തന്നു. അതിൽ ഒന്നുമില്ല, ഉപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. അത് നാക്കിൽ ഇങ്ങനെ തൊട്ടപ്പോഴത്തേക്കും എന്തോ ഒരു എനിക്കത് ഭയങ്കര ഫീലായിരുന്നു. നമുക്ക് എന്തോ കിട്ടിയൊരു ഫീലായിരുന്നു. ഷിജു ഇപ്പോഴത്തേക്കും വീണു. ഷിജുവിന് പനി അടിച്ച് ഷിജു റൂമിലായിരുന്നു. ഷിജു റൂമിൽ വെജുമായിട്ട് കിടന്നപ്പോഴത്തേക്കും നമ്മൾ രണ്ടുപേരും പോയി ഈ ചിക്കനൊക്കെ തിന്നപ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം. പിന്നെ പിറ്റേന്ന് നമ്മൾ ഡെറാഡൂണിലെത്തി. ഡെറാഡൂണിലും ചിക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ചിക്കൻ. ഡെറാഡൂണിൽ നിന്ന് ചിക്കനൊക്കെ അടിച്ച് എന്ത് തിന്നാലും ചിക്കൻ തിന്ന് ചിക്കൻ നാക്കിൽ തൊടുമ്പോഴത്തേക്ക് ആ ഫീല് വേറെ ഒന്നിനും കിട്ടില്ല. പിന്നെ ഈ ചോറ്, നമ്മളെ നാട്ടിലെത്തിയിട്ട് ചോറ് തിന്നപ്പോഴും എനിക്ക് 10 ദിവസത്തിന് ശേഷം ചോറ് തിന്നപ്പോൾ ഭയങ്കര ഇതായിരുന്നു. പിന്നെ മലയാളം ഞാൻ അതിൽ ശ്രദ്ധിച്ചേട്ടാ, നമ്മൾ മലയാളം സത്യം പറഞ്ഞാൽ ഇവിടെ കുറവായിരുന്നു. സാധാരണ ബാക്കിയല്ല എവിടെ പോയാലും നമുക്ക് മലയാളം കിട്ടും. ഇവിടെ അധികം മലയാളം കിട്ടിയില്ല, കുറവായിരുന്നു. മലയാളം നമ്മൾ 2-3 ദിവസം കേൾക്കാതിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനുമാണ് കേൾക്കാതിരിക്കുമ്പോഴേ. ഫുള്ള് ഞാൻ ഇടയ്ക്ക് നോക്കി ബ്ലോഗൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഞാൻ ഹിന്ദി സംസാരിക്കുന്നു. ഹിന്ദിയും ഇത് ഓട്ടോമാറ്റിക്കലി വരും. ഇപ്പം നമുക്കൊരു എന്തോ നമ്മുടെ ഹോം അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റഡ് സാധനം നമുക്ക് ഫീൽ ആവണമല്ലോ തോന്നി കുറേ സ്ഥലങ്ങളിലൊക്കെ. പിന്നെ എനിക്ക് ഞാൻ കുറേ വീഡിയോ എടുക്കാൻ നോക്കിയെങ്കിലും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്ഥലത്ത് നമുക്ക് കിടില സ്ഥലങ്ങളൊക്കെ കാണും, കിടില മൊമെന്റ്സ് ഒക്കെ കാണും. പക്ഷെ നമ്മൾ ജെന്യൂൻലി നമ്മൾ ആ സ്ഥലത്ത് വീഡിയോ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മളൊരു ശല്യമായിട്ട് മാറും അവർക്ക്. അപ്പൊ നല്ലൊരു ബ്ലോഗർ ആവണമെങ്കിൽ എനിക്ക് തോന്നിയത് ബാക്കിയുള്ളവരുടെ ഫീലിങ്സ് ഒന്നും അധികം നോക്കരുത്. എന്നുവെച്ചാൽ ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവോ, അല്ലെങ്കിൽ അവരുടെ മൊമെന്റ്സ് നമ്മൾ സ്പോയിൽ ചെയ്യുകയാണോ, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയല്ല, മീൻസ് നമ്മൾ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. ചിലപ്പം ക്യാമറ എടുക്കുമ്പോഴത്തേക്ക് ഒരാൾ കോൺഷ്യസ് ആവൂലേ, ചിലപ്പോൾ ഒറ്റയ്ക്ക് പോണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഗ്രൂപ്പായിട്ട് ഇരുന്നപ്പോഴത്തേക്കും ഞാൻ കുറെ സാധനം ഒന്നും ഡെലിബറേറ്റ്ലി എടുക്കാത്തതുണ്ട്. കാര്യം നമ്മളിങ്ങനെ വിചാരിക്കും ഇനി അവരൊക്കെ എന്തെങ്കിലും തോന്നോ, അല്ലെങ്കിൽ ആ ഒരു സാധനം തോന്നുന്നു. അതൊരു ഓവർ തിങ്കിങ്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടേ ഇതൊക്കെ മറക്കും. പക്ഷെ ഇത് കഴിയുമ്പോ അത് ഓർമ്മ വരും. ഒരു ഡോക്യുമെന്റ് ചെയ്യണത് ഞാൻ കുറെയൊക്കെ ഡോക്യുമെന്റ് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അവന്റെ കൊടുത്തിട്ട് എടുത്ത് വെക്കാൻ. ഞാൻ ഒരു സാധനം ഇങ്ങനെ ഫസ്റ്റ് എന്നിട്ടാണ് മറന്നുപോയി. ഞാൻ പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് പോണതിന് മുന്നേ ഞാനൊരു സാധനം ചുമ്മാ എടുത്തു വെച്ച്. പക്ഷെ കുറെ സ്ഥലത്തൊക്കെ നമ്മൾ മറന്നു പോകും സംസാരിക്കാനൊക്കെ. പക്ഷെ എക്സ്പീരിയൻസ് കിട്ടില്ല. പക്ഷെ കുറെ നമുക്ക് ഞാൻ മറന്നുപോയി. കുറെയൊക്കെ പറയാനുള്ള സാധനങ്ങൾ എനിക്ക് ചിലപ്പോൾ കുറെ കോമഡി ഒക്കെ കാണും. കുറെ സിറ്റുവേഷണൽ സാധനമൊക്കെ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ലോഞ്ചിൽ പോയപ്പോൾ തന്നെ ഇവിടെ ഒരു മലയാളിയായിരുന്നു കൊച്ചിയിൽ. അപ്പൊ പുള്ളിക്കാരി എന്തോ ആധാർ കാർഡ് എന്നാണ് ചോദിച്ച. ഞാൻ ആധാർ കാർഡ് കൊടുത്തു. അവര് മലയാളി ആള് ചിരി വന്നിട്ടു ചത്ത്. 3 പേരുണ്ട്. ഒരു കാർഡ് പ്രോസസ്സായി, ആധാർ കാർഡ് ഇനി എന്തിനാ ആധാർ കാർഡ്? ഓഹോ, അവര് ചിരി, അവരെ കൂടുള്ളവർ അവരെ താറ്റുന്നു. എനിക്കും ചിരി വന്ന് ഭയങ്കര. അത് സിറ്റുവേഷനിലാണ്, ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ ചളിയായിരുന്നു. പക്ഷെ അവിടെ ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല മെമ്മറബിൾ ട്രിപ്പായിരുന്നു. എനിക്ക് നമ്മൾ ഇതേപോലത്തെ ഒരു സാധനം പോയി കഴിഞ്ഞാൽ ലിറ്റ് സാധനം ഇരിക്കുമെന്ന് എനിക്ക് തോന്നി. നമുക്ക് ഇതേപോലത്തെ ഒരു സാധനം ഇവിടെ പോണം. അവിടെ നമുക്കൊരു 4-5 ദിവസത്തെ ഒരു സാധനം പോയി കഴിഞ്ഞാൽ ലിറ്റായിരിക്കും. കാര്യം ഒരുപാട് കണ്ടന്റിന്റെ നിർഗളമാണ്. കാര്യം ഈ ഹാർഡ്ഷിപ്പ് വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി അത് വരണത്. പിന്നെ എനിക്ക് ശ്രദ്ധിച്ച യവന്മാര് എന്റെ കൂടെ വന്ന 2 പേരും ഭയങ്കര കണ്ടപ്പോ മനസ്സിലായി അവര് നല്ല നിന്നെ അഡ്ജസ്റ്റ് ചെയ്ത്. ഞാനും അവർ അഡ്ജസ്റ്റ് ചെയ്ത് അവരിങ്ങനെ ചോദിക്കണുണ്ട്. അവര് ഭയങ്കര അതിങ്ങനെയാടാ ആടിപ്പൊളി അങ്ങനെ ആടിപ്പൊളി. അവര് ഹാപ്പി ആയിരുന്നു. എന്നിട്ട് അവര് എന്നെ കുറെ വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്റെ അവസാനം ചോദിച്ചു ഇത്രയൊക്കെ എടുത്തിട്ട് വല്ലതും വരുമോ പറഞ്ഞു. ഞാൻ പറഞ്ഞു കട്ട് ചെയ്യും. ബ്ലോഗായിട്ട് ഇടാൻ പറ്റുമെങ്കിൽ നോക്കാം. പക്ഷെ നല്ല രസമായിരുന്നു. ഞാൻ ഇല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ് കട്ട് ചെയ്ത് എനിക്ക് തന്നു കഴിഞ്ഞാൽ സൂക്ഷിക്കാമല്ലോ ഒരു മെമ്മറി ആയിട്ട്. അത് ശരിയാ, അങ്ങനെ ഒരു സാധനമായിട്ട് വെക്കാന്ന് പറഞ്ഞു. പക്ഷെ ഭയങ്കര ഞാൻ പറയണം, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ഈ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യണം. ഈ പ്രത്യേകിച്ച് ഈ പഹാഡ്സിലൊക്കെ പോകണം. പഹാഡ്സിലുള്ള ആൾക്കാർ ഡിഫറെൻ്റ് ആണ്,
നമ്മൾ കാണുന്ന ആൾക്കാർ ഡിഫറെൻ്റ് ആണ്. പിന്നെ എല്ലാവരും ഈ ഹാർഡ്ഷിപ്പിലൂടെ പോകുമ്പോഴത്തേക്കും നമ്മൾ കുറേ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കും. നമ്മൾ കുറേ പഠിക്കും, കുറേ ആൾക്കാരെ പരിചയപ്പെടും. ഇതിൽ തന്നെ കുറേ ആൾക്കാർ 1-2 ദിവസം സംസാരിച്ചില്ല, പക്ഷെ 2 ദിവസം 3 ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാം അങ്ങോട്ട് മിങ്കിൾ ചെയ്ത് തുടങ്ങും. നമുക്ക് കുറേ ആൾക്കാരെ സംസാരിക്കാനും ഒരു ഭയങ്കര പെർസ്പെക്റ്റീവൊക്കെ ഭയങ്കരമായിട്ട് മാറും നമ്മളുടെ. അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇവിടെ എത്തിയിട്ട് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണ്. നമ്മളെല്ലാവരും എൻജോയ് ചെയ്യും അവിടെ എത്തിക്കഴിഞ്ഞാൽ. ഞാൻ ആദ്യമായിട്ടാണ് ഈ മഞ്ഞ് കണ്ടതൊക്കെ, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കിങ്ങനെ നമ്മൾ ശബ്ദമൊക്കെ ഇടണ ഒരു സാധനമല്ലേ, എനിക്കത് ഞാൻ സംസാരിക്കാൻ പറ്റാത്തൊരു ഫീലൊക്കെ വന്നിട്ടുണ്ട് എനിക്ക്. പിന്നെ ഈ ചുറ്റും മറ്റേ കൈലാസം പോലത്തെ സാധനങ്ങൾ കാണാൻ നല്ല ഭയങ്കര സ്ഥലമാണ്. പിന്നെ ഗുരുദ്വാരയുടെ സംഭവം അത് ഭയങ്കര രസമാണ്. എനിക്ക് ഗുരുദ്വാരയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഫുഡ്. അവരാരെപ്പോൾ കയറിച്ചെന്നാലും ഫുഡ്, എപ്പോഴും ഫുഡ്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ നല്ലൊരു പായസം പോലത്തെ ഒരു സാധനം തരും, അതൊക്കെ ഭയങ്കര ഭയങ്കര കിടില എക്സ്പീരിയൻസ്. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ സ്ഥലങ്ങളിലൊക്കെ പോവുക, ഈ മൗണ്ടൈൻസിലോട്ടൊക്കെ 3-4 ദിവസമൊക്കെ പോവുക. അതും ഭയങ്കര സുഖസൗകര്യമായിട്ട് പോകരുത്, കുറച്ച് നടന്നൊക്കെ പോയി കഴിഞ്ഞാൽ രസമായിരിക്കും. നമുക്കൊരു ട്രക്കിംഗ് പോവാം. യെസ്, ട്രക്കിംഗ് പോവാം. നമുക്കൊരു എന്തൊരു അച്ചീവ് ചെയ്തൊരു സാധനം കിട്ടും. നമ്മൾ ബോഡിയെ പുഷ് ചെയ്ത് ഇത്രയും സാധനം ചെയ്തെന്നുള്ളൊരു സാധനം കിട്ടും. ഇവിടെ ബിആർ അവിടെ ഇരുന്ന് മുഖത്തൊക്കെ ഇല്ല ഇതുപോലെ നോക്കുന്നു. ബിആർ ആകെ നടന്നിട്ടുള്ളത് മടുപ്പാറയിലാണ്. അത് 5 വർഷം മുന്നെയാണ്. ഇപ്പം നടക്കാൻ വയ്യാത്തതുകൊണ്ട് അർച്ചനയൊക്കെ അവൻ വാട്സാപ്പ് വഴിയാണ് ചെയ്യാറ്. അതുകൊണ്ട് അവരെ ഞാനിതിൽ കുറ്റപ്പെടുത്തില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഈ വർഷത്തെ വാലി ഓഫ് ഫ്ലവേഴ്സ് ഹേംകുണ്ട് സാഹിബ് ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ. ഇതിൽ കുറേ ഉണ്ട്, കുറേയൊക്കെ മിസ്സായി പോയി, കുറേയൊക്കെ പറഞ്ഞില്ല. പക്ഷേ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നിങ്ങളും പറ്റുകയാണെങ്കിൽ നല്ല കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ പോയി നോക്കുക. പിന്നെ പറ്റാത്തത് കൂടെ നമ്മൾ കേൾക്കാം, അതിനൊക്കെ വേണ്ടി അത് നമ്മൾ വേറെ പറഞ്ഞു കൊടുക്കാം. അല്ല, കേട്ട് ഇത് കണ്ടപ്പോഴേ, കാണുമ്പോ ഒരു പ്രത്യേകത നമ്മൾ കണ്ടപ്പോഴേ സ്ഥലങ്ങൾ കണ്ടപ്പോഴാ കേട്ടതിന്റെ ഇതും പിന്നെ കുതിരയുടെ കാര്യവും എപ്പോഴും വിഷ്വലൈസ് ചെയ്യുമ്പോഴാ സ്ഥലം കൂടെ കണ്ടപ്പോ ഒരു രസം ഉണ്ടായിരുന്നു. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും. ഇതിൽ നമ്മൾ ഫുട്ടേജ് ഒക്കെ വെക്കണോണ്ട് നിങ്ങൾക്കും എൻജോയബിൾ ആയിരിക്കും എന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നിയത് നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു സാധനേ ക്യാമറയിൽ കിട്ടുകയില്ല. അത് ഞാൻ പല സ്ഥലത്തും പല കിട്ടുന്ന സാധനങ്ങൾ ഇട്ടിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്ത് വയ്ക്കുമ്പോൾ ഈ കൊള്ളില്ല, അങ്ങനെ ഒരു സാധനം കിട്ടും. നിങ്ങൾ ഫോട്ടോയിലൊന്നും കണ്ടതും കാര്യമില്ല, നിങ്ങൾ എവിടെയും ഈ സഞ്ചാരമൊന്നും കണ്ടതും കാര്യമില്ല. നിങ്ങൾ പോകണം. നിങ്ങൾക്കൊരു സാധനം വർഷത്തിൽ ഒരെണ്ണമെങ്കിലും ഇതേപോലെ പോയി കഴിഞ്ഞാൽ ഭയങ്കര കിട്ടില്ലായിരിക്കും. പോവുക. ബിആർ വീണ്ടും അവിടെ നിന്ന് പുച്ഛിക്കുന്നു, ഇവനെ ഇടിച്ചാലാ 52 കിലോമീറ്റർ നടന്നെല്ലാം കൂടി, അത് മലയിൽ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇതായിരുന്നു ശ്രീകാന്ത് ഏട്ടന്റെ വിശേഷങ്ങൾ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇനി പുതിയ എപ്പിസോഡിലൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പറയാം. അല്ലെങ്കിൽ വ്ളോഗ് സെറ്റ് ആവുന്നെങ്കിൽ അത് ഇവിടെ ഇടുന്നതിന് കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ വ്ളോഗിനുള്ള മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് സെറ്റ് ആക്കി ഇടാം. അപ്പൊ അതൊക്കെയാണ് SKGയുടെ യാത്രാ വിവരണം. ആരാധകർ ശാന്തരല്ല, അത് ആരാധകർക്ക് സംതൃപ്തി ഈ ഒരു യാത്രാ വിവരണം കേട്ട് കയ്പ് നീരുകൾ കുടിച്ച്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അത് എന്തായാലും എല്ലാ വർഷവും ഇതേപോലെ അവൻ യാത്ര ചെയ്ത് ഒരു എപ്പിസോഡ് നമുക്ക് വേണ്ടി സമർപ്പിക്കും, നേർച്ച പോലെ. നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഒരു യാത്രാ വിവരണം കാണുമ്പോൾ ഇതൊരു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇതിനെക്കാട്ടി നല്ല രസമായിരുന്നു. എല്ലാം മിക്സ് ആയിട്ട് വന്നപ്പോഴത്തേക്കും ആ ഒരു ഇതങ്ങ് പോയി. എന്നാല് ഒന്നേ ഉള്ളായിരുന്നുള്ളൂ. പക്ഷെ ഇത് കുറച്ചുകൂടെ ആൾക്കാർ ആന്റിസിപ്പേറ്റഡ് സാധനം കൂടെ അല്ലേ? അതെ അതെ, ഇഷ്ടപ്പെട്ടോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റിൽ ഇടുക. ഇനി എവിടെ പോണോന്നുള്ള സജഷൻസ് കൊടുക്കുക. ഇനി അടുത്ത് നമുക്ക് ഒരുമിച്ച് പോകാം. എവിടെ പോണോന്ന് സജഷൻ കൊടുക്കുക. പിന്നെ ഇതിന്റെ എന്തെങ്കിലും നിങ്ങൾക്ക് പോണോന്നുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ഈ സ്ഥലത്ത് പോണോന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ശ്രീകാന്തിന്റെ അടുത്ത് മെസ്സേജ് അയച്ചാൽ മതി. ശ്രീകാന്ത് ക്ലിയർ ചെയ്ത് തരും. ശ്രീകാന്ത് ഒരു ഗൈഡായിട്ട് ക്ലിയർ ചെയ്ത് തരും. എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശ്രീകാന്ത് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഗൈസ് ഈ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, എല്ലാം ചെയ്യുക. പിന്നെ KS മെന്ററിന്റെ കാര്യം മറക്കണ്ട. KS മെന്ററിന്റെ ഒരു ഫ്രീ ഓൺലൈൻ വെബിനാർ ജൂലൈ 19 നടക്കുന്നുണ്ട്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതിൽ കയറി എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് വരുന്നതിലേക്കും ബൈ.